പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 14 വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 14 വാക്യം. கர்த்தர் உங்களுக்காக யுத்தம் பண்ணுவார், நீங்கள் சும்மா இருப்பீர்கள் என்றார். ആമേൻ. യഹോവ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. തൻ്റെ മക്കൾക്കായി യുദ്ധം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ അവന് ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തെക്കുറിച്ച് എഫേസ്യർക്ക് തന്നെ ലേഖനത്തിൽ 6 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വായിക്കാം. അതിൻ്റെ 12 വാക്യത്തിൽ, എഫേസ്യർ 6:12 നമ്മുടെ യുദ്ധത്തെക്കുറിച്ച്, നമുക്ക് എന്ത് യുദ്ധമാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. ആമേൻ. നമുക്ക് യുദ്ധമുണ്ട്. എന്നാൽ നമ്മുടെ യുദ്ധം എന്തിനോടാണ്? ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ നമുക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ഫോഴ്സിനെ കുറിച്ച്, ഒരു ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ശക്തി ഗണങ്ങളെക്കുറിച്ചാണ് ഈ തിരുവെഴുത്ത് നമുക്ക് വെളിച്ചത്തെ തരുന്നത്. നമുക്ക് യുദ്ധമുണ്ട്. കർത്താവ് പറയുന്നു, ഇസ്രായേൽ മക്കളെ നോക്കി കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികളെ ജയിക്കുവാൻ, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാലും തിരുവചനത്താലും നമ്മെ ഒരുക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വഴി നടത്തുന്നതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങിയാൽ നമ്മൾ മുഖാന്തരം ഒരു യുദ്ധം നടക്കും. ആത്മലോകത്തിൽ ഒരു യുദ്ധം നടക്കും. നമുക്കെതിരെ പോരാടുന്ന ആത്മലോകത്തിലെ ശക്തികളുണ്ട്. ആ ശക്തികളോട് നമുക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടം പോരാടുവാൻ കർത്താവ് നമ്മെ പ്രാപ്തമാക്കും. ഹല്ലേലൂയ. ആ യുദ്ധം നടക്കണമെങ്കിൽ നമ്മളെങ്ങനെ ഒരുങ്ങണമെന്നുള്ളതിനെക്കുറിച്ച് തിരുവെഴുത്ത് നമുക്ക് വെളിച്ചത്തെ തരുന്നു. ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുവാൻ, ആ യുദ്ധം, ശത്രു നമ്മോട് പോരാടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് സാത്താൻ നമ്മോട് പോരാടുന്നത്? പറഞ്ഞേ, എന്തിനാണ് സാത്താൻ നമ്മോട് പോരാടുന്നത്? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാത്താൻ നമുക്കെതിരെ പോരാടും? വെരി ഗുഡ്. ദൈവത്തിൽ നിന്നും നമ്മെ തള്ളിയിടുവാൻ, ദൈവകൃപയിൽ നിന്നും നമ്മെ തള്ളിയിടുവാൻ, ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ തള്ളിയിടുവാൻ, രക്ഷയുടെ അനുഭവത്തിൽ നിന്നും നമ്മെ തള്ളിയിടുവാൻ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുന്ന നമ്മുടെ അനുഭവത്തെ നശിപ്പിച്ച് കളയുവാൻ, ഇതിനായി സാത്താൻ പോരാടും. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ കർത്താവിനെ സ്നേഹിക്കാതിരിപ്പാൻ സാത്താൻ പോരാടും. അതിനായുള്ള തന്ത്രങ്ങളെ സാത്താൻ മെനയും. കർത്താവിലുള്ള വിശ്വാസത്തിലിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൽ നിന്നും അവൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാൻ സാത്താൻ പോരാടും. ഭക്തിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ, ഒരു ദൈവ പൈതലിൻ്റെ ഭക്തിയെ നഷ്ടപ്പെടുത്തുവാൻ സാത്താൻ പോരാടും. വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുവാൻ സാത്താൻ പോരാടും. അഭിഷേകത്തിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുവാൻ സാത്താൻ പോരാടും. ഇതിനായിട്ടാണ് സാത്താൻ പോരാടുന്നത്. ഏദൻ തോട്ടത്തിൽ ഉന്നതമായ ദൈവമഹത്വത്തോടുകൂടെ ദൈവം തൻ്റെ പ്രിയ മക്കളെ ആദാമിനെയും ഹവ്വയെയും ആക്കി വെച്ചിരുന്നു. അവിടെ ഒരു പോരാട്ടം നടക്കുകയാണ്. ആദാമിനും ഹവ്വയ്ക്കും വിരോധമായി സാത്താൻ്റെ ഒരു പോരാട്ടം ഉണ്ടാവുകയാണ്. ആ പോരാട്ടം പ്രലോഭനത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്, തന്ത്രത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. സാത്താൻ പല രീതിയിൽ പോരാടും. സാത്താൻ്റെ പോരാട്ടം വൺ വേ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള രീതിയിലല്ല, ഒരു സ്ട്രാറ്റജിയിലല്ല, പല പല രീതികളിൽ സാത്താൻ പോരാടും.
ഏത് രീതിയിൽ സാത്താൻ പോരാടിയാലും ആ സാത്താനെ ജയിക്കുവാനുള്ള വിശേഷപ്പെട്ട ജ്ഞാനം ദൈവമക്കൾക്ക് വേണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാണ് സാത്താൻ പോരാടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. എന്തിനാണ് പോരാടുന്നത്? ഒരു വ്യക്തിക്ക് ദൈവത്തോടുള്ള നല്ല ബന്ധം ഉണ്ടാകാതിരിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ നിന്നും മാറിപ്പോകുവാനായി, ദൈവത്തിലുള്ള വിശ്വാസവും ഭക്തിയും അവനിൽ നിന്നും മാറിപ്പോകുവാനായി, ദൈവത്തോടുള്ള അടുപ്പം അവനിൽ നിന്നും കുറഞ്ഞു പോകുവാനായി, കർത്താവിൽ നിന്നും അവനെ അകറ്റുവാനായി, ദൈവ തേജസ്സിൽ നിന്നും കൃപയിൽ നിന്നും അവനെ തള്ളിയിടുവാനായിട്ടാണ് സാത്താൻ പോരാടുന്നത്. അവൻ എങ്ങനെ പോരാടുന്നു? അവൻ ഉപായത്താൽ പോരാടും, തന്ത്രങ്ങൾ മെനയും, കെണികൾ ഒരുക്കും, പ്രലോഭനങ്ങളിൽ വരും. അവൻ നന്മയ്ക്കായി വരുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വരും. ഏദൻ തോട്ടത്തിൽ സാത്താൻ പോയത് അവരുടെ നന്മയ്ക്കായി സംസാരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ്. ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. സാത്താൻ ചോദിക്കുന്നു, വാസ്തവമായി ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും ദൈവം പറഞ്ഞതിന് വിരുദ്ധമായ ഒരു കാര്യം കൂടെ സാത്താൻ ചേർത്ത് പറയുകയാണ്. എന്താണ്? ഈ ഫലം തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. യഥാർത്ഥത്തിൽ ആദാമിനും ഹവ്വയ്ക്കും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, അവർ വീണ്ടും രൂപാന്തരം പ്രാപിച്ച് ആത്മാവിൽ വളർന്ന് വരണമെന്നുള്ള ഒരു ടാസ്ക് അവരുടെ മുന്നിലുണ്ട്. എന്നാൽ ആത്മാവിൽ വളരുവാൻ ദൈവമക്കൾക്ക് സാത്താൻ്റെ ആലോചനയോ ലോകത്തിൻ്റെ യുക്തിയോ ലോകത്തിൻ്റെ ആലോചനകളോ വേണ്ട. ക്രിസ്തുവിൽ വളരുവാൻ, ആത്മാവിൽ വളരുവാൻ ലോകതത്വങ്ങൾ ദൈവമക്കൾക്ക് വേണ്ട, ലോകത്തിൻ്റെ യുക്തി ദൈവമക്കൾക്ക് വേണ്ട. ക്രിസ്തുവിൽ വളരുവാൻ ദൈവമക്കൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ തിരുവചനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ്. കർത്താവ് എന്തു പറഞ്ഞു? കർത്താവ് എങ്ങനെയാണ് എന്നെ വഴി നടത്തുന്നത്? ദൈവശബ്ദം എന്താണ്? ഇതാണ് ദൈവമക്കൾക്ക് വേണ്ടത്. മനുഷ്യൻ്റെ ആലോചനയല്ല, മനുഷ്യൻ്റെ ശബ്ദമല്ല, ലോകത്തിൻ്റെ യുക്തിയല്ല, ലോകത്തിൻ്റെ ബുദ്ധിയല്ല, ലോകത്തിൻ്റെ വെളിച്ചമല്ല. ദൈവമക്കൾക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ്, തിരുവചനത്തിൻ്റെ വെളിച്ചമാണ് ദൈവമക്കൾക്ക് വേണ്ടത്. അവിടെ ആദാമും ഹവ്വയും ദൈവത്തെ പോലെ ആകുവാൻ സാത്താൻ്റെതായ ഒരു ആലോചനയെ കൊടുക്കുകയാണ്. സാത്താൻ്റെ ആലോചന സ്വീകരിച്ച ആദാമും ഹവ്വയും ദൈവത്തെ പോലെ ആകുന്ന നിലകളിൽ വളർന്നില്ല. പകരം ദൈവമാക്കി വെച്ചിരുന്ന പൊസിഷനിൽ നിന്ന് പോലും അവർ താഴെ വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ താഴെ വീഴാതെ വണ്ണം അവിടെ തന്നെ നിൽക്കണമെങ്കിൽ ക്രിസ്തുവിൽ നിൽക്കണം, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കണം. എങ്കിൽ താഴെ വീഴാതെ നിൽക്കും. എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വത്തെ കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. വചനം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കണം. സ്തുതിയോടെ സ്തോത്രത്തോടെ തിരുവചനങ്ങൾ ഏറ്റെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ സാത്താനോട് എങ്ങനെ പോരാടി ജയിക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഉള്ളത്തിൽ ആ വചനത്തിൻ്റെ വെളിച്ചം ഇറങ്ങുവാൻ നമുക്ക് വിട്ടുകൊടുക്കാം. സ്തുതിയോടെ സ്തോത്രത്തോടെ എല്ലാം മറന്ന് കർത്താവിൻ്റെ പാദത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മോടൊന്ന് സംസാരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് ജയിക്കുവാൻ പല കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ലോകത്തെ നമ്മൾ ജയിക്കണം, ജഡത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം. ലോകം, ജഡം, പിശാചിനെ ദൈവമക്കൾ ജയിക്കണം. എങ്ങനെ ജയിക്കണം? എങ്ങനെ ജയിക്കണം? വിശ്വാസത്താൽ. കേട്ടില്ല? ദൈവവചനത്താൽ, വചനത്തിൻ്റെ വെളിച്ചത്താൽ. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കണം. കർത്താവേ, ഞാനിത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഞാനിതെങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? ഞാനിവിടെ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഞാനിവിടെ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവനായി നിൽക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഒരു നിലപാടെടുക്കണം. ആമേൻ.
ഹല്ലേലൂയ. അങ്ങനെ ഒരു നിലപാട് ദൈവജനം എടുത്താൽ ദൈവജനം ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാർ ആർക്കു വേണ്ടി ഇറങ്ങി വരും? വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി ഇറങ്ങി വരും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, ദാനിയേലിനായി ഒരു ദൂതൻ ഇറങ്ങി വന്നു. ദാനിയേലിന് വേണ്ടി എപ്പോഴാണ് ദൂതൻ ഇറങ്ങി വന്നത്? സത്യം തിരിച്ചറിയേണ്ടതിന് മനസ്സ് വെച്ചതു മുതൽ, തന്നെത്താൻ താഴ്ത്തിയതു മുതൽ ദൈവം തൻ്റെ ദൂതനെ ദാനിയേലിൻ്റെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ നമ്മൾ അവിടെ ചിന്തിച്ചു, 21 ദിവസം ആ ദൂതനെ പാഴ്സി പ്രഭു, ഒരു പൈശാചിക ശക്തി തടഞ്ഞു വെച്ചു. എങ്കിലും ആ ദൂതൻ തിരിച്ചു പോയില്ല. ആ പാഴ്സി പ്രഭു എന്ന പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്യുവാനുള്ള മറ്റൊരു ദൂതനെ ദൈവം ആ വന്ന ദൂതനെ സഹായിക്കുവാനായി അയച്ചു. ഹല്ലേലൂയ. അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം ചെയ്യുവാനുള്ള ദൂതൻ വന്നതിന് ശേഷം തടഞ്ഞു വെക്കപ്പെട്ട ദൂതൻ ദാനിയേലിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. ദാനിയേൽ 10:20 നമുക്കൊന്ന് വായിക്കാം. വന്നു പറയുകയാണ്. എന്താണ് പറയുന്നത് നോക്കാം. ദാനിയേൽ 10:20. ദാനിയേൽ 10:20. அப்பொழுது அவன், நான் உன்னிடத்திற்கு வந்த காரணம் இன்னதென்று உனக்கு தெரியுமா? இப்போது நான் பெர்சியாவின் பிரபுவோடு யுத்தம் பண்ண திரும்ப போகிறேன். நான் போன பின்பு கிரேக்கு தேசத்தின் அதிபதி வருவான். നോക്കിക്കേ, ഞാനിപ്പോൾ പാഴ്സി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. പറയുന്നത് ആരാണ്? ദാനിയേലിൻ്റെ അടുക്കൽ ദൈവം അയച്ചു വന്നൊരു ദൂതനാണ്. ആ ദൂതൻ എന്തു പറയുന്നു? ഞാനിപ്പോൾ പാഴ്സി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ആരാണ് ഈ പാഴ്സി പ്രഭു? അത് ആ ദേശത്തിൽ അധിപതിയായിരിക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ്. ദൂതൻ പറയുകയാണ്, ഞാൻ ആ പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. പാഴ്സി പ്രഭു എന്ന് പറയുന്നത് ഒരു പൈശാചിക ശക്തി. എന്നാൽ ഈ ദൂതൻ മുൻകൂട്ടി പറയുകയാണ്, മറ്റൊരു പൈശാചിക ശക്തിയും കൂടെ വരാൻ പോകുന്നു. ഏതാണ് ആ പൈശാചിക ശക്തി? ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. യവന പ്രഭു, യവനദേശം, ഗ്രീക്ക് ദേശത്തിൻ്റെ പ്രഭു. പാഴ്സി ദേശത്തിൻ്റെ പ്രഭു ഒരു പൈശാചിക ശക്തി, യവനദേശത്തിൻ്റെ പ്രഭു മറ്റൊരു പൈശാചിക ശക്തി. ഈ പൈശാചിക ശക്തികൾ വരും. ഞാൻ പോകുന്നു. എവിടേക്ക് പോകുന്നു? യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകുന്നു. ഒരു ദാനിയേൽ എന്ന ദൈവ പൈതൽ നിമിത്തം പൈശാചിക ശക്തികളോട് ദൈവദൂതന്മാർ യുദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വസിക്കുന്ന ദേശങ്ങളിലും നമ്മളായിരിക്കുന്ന ദേശങ്ങളിലും ഇതുപോലുള്ള ചില പ്രഭുക്കൾ ഉണ്ട്. അത് ഈ ഭൂമിയിലെ അധിപതികളായിരിക്കുന്ന മന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരെയോ കുറിച്ചല്ല പറയുന്നത്. മനുഷ്യരിൽപ്പെട്ട പ്രഭുക്കന്മാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പൈശാചിക ശക്തിയിൽപ്പെട്ട പ്രഭുക്കന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എഫേസ്യർ ലേഖനം 6:12 വായിച്ചതുപോലെ വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ എന്ന പൈശാചിക ശക്തികളുടെ ഗണങ്ങളുണ്ട്. അതിൽപ്പെട്ട ദേശാധിപതി ശക്തികളിൽപ്പെട്ട ഗണങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 2 ദേശാധിപതി ശക്തികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പാഴ്സി ദേശത്തിൻ്റെ പ്രഭു, യവനദേശത്തിൻ്റെ പ്രഭു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഇവിടെ അതാത് ദേശങ്ങളിലായിരിക്കുമ്പോൾ അതാത് ദേശങ്ങളുടെ മേൽ അധികാരം പറയുന്ന, വാഴ്ച നടത്തുന്ന ചില പ്രഭുക്കളുണ്ട്. സ്തുതിയോടെ ആരാധനയോടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഈ വചനങ്ങൾ ഏറ്റെടുക്കുവാനായി സാധിക്കും. മാത്രമല്ല ആ ഒരു ആത്മയുദ്ധത്തിൻ്റെ ഭാഗമായി മാറുവാനും സാധിക്കും. വചനം പറയുന്നു, നമുക്ക് പോരാട്ടമുണ്ട്. അടുത്ത കൈപിടിച്ച് പറഞ്ഞേ, നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്. എന്നാൽ ഈ പോരാട്ടം ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പോരാടാനല്ല, ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാരോട് പോരാടാനല്ല, മക്കൾ അമ്മയപ്പന്മാരോട് പോരാടാനല്ല, അയൽക്കാരോട് പോരാടാനല്ല, മറ്റ് മനുഷ്യരോട് പോരാടാനല്ല. പോരാട്ടം
പൈശാചിക ശക്തികളോടാണ്. ഹല്ലേലൂയ. അടുത്തേക്ക് വീണ്ടും കൈപിടിച്ച് പറഞ്ഞേ, മനുഷ്യരോട് പോരാട്ടമില്ല, ദുഷ്ടശക്തികളോട് പോരാട്ടമുണ്ട്. ശരി, പോരാട്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് ആരാധന കഴിഞ്ഞ ഉടനെ വടിവാളും എടുത്തുകൊണ്ട് പോകരുത്, മനുഷ്യരെ അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അപ്പോൾ കർത്താവ് തൻ്റെ മക്കൾ എങ്ങനെ പോരാടണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വെളിച്ചത്ത് തരികയാണ്. ഹല്ലേലൂയ. മനുഷ്യരോട് ഒരു കയ്പും പകയും പിണക്കവും നമ്മുടെ ഉള്ളിൽ ഇരിക്കുവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ പോരാട്ടം പോരാടാൻ പറ്റില്ല. ദൈവസ്നേഹം നിറഞ്ഞ മക്കൾക്കേ ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു വിശുദ്ധിയുള്ള ഒരു ഉള്ളം, ഹൃദയം ഉണ്ടാകുന്ന മക്കൾക്ക് മാത്രമേ ഈ പോരാട്ടം പോരാടുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ സർവായുധ വർഗം ധരിക്കണം. ആ സർവായുധ വർഗത്തെക്കുറിച്ചാണ് നമ്മൾ എഫേസ്യർ ലേഖനത്തിൽ വായിച്ചത്. തുടർന്നും ഞാൻ അതിലേക്ക് വരാം. സർവായുധ വർഗം ധരിക്കണം. സർവായുധ വർഗമില്ലാതെ പോരാടാൻ പറ്റില്ല. ഇസ്രായേൽ മക്കളോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും. ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം, ദൂതൻ വന്ന് പറയുകയാണ്, പാഴ്സി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ പോവുകയാണ്. ഞാൻ പോയതിന് ശേഷം യവന പ്രഭു വരും. അപ്പോൾ ചില പൈശാചിക ശക്തികൾ യുദ്ധങ്ങൾ ദൈവസഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവ മക്കൾക്കെതിരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ് അവർ യുദ്ധം ചെയ്യുന്നത്? ദൈവകൃപയിൽ നിന്നും തള്ളിയിടുവാൻ, ദൈവസ്നേഹത്തിൽ നിന്നും തള്ളിയിടുവാൻ, വിശ്വാസ തീക്ഷ്ണതയിൽ നിന്നും തള്ളിയിടുവാൻ, ദൈവഭയത്തിൽ നിന്നും തള്ളിയിടുവാൻ, ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ നിന്നും ബ്രേക്കാക്കുവാൻ ആണ് ഈ പൈശാചിക ശക്തികൾ പോരാടുന്നത്. ദൈവമക്കൾ ഇത് തിരിച്ചറിഞ്ഞാൽ, സത്യം അറിയുവൻ, സത്യം നിങ്ങളെ സ്വതന്ത്രരാകും. എന്ത് വില കൊടുത്തും കർത്താവിനോടുള്ള ബന്ധത്തെ ഞാൻ വിട്ടുകളയുകയില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്നും മാറിപ്പോവുകയില്ല. കർത്താവിനുള്ള ഭയം, വിശ്വാസം എന്നിൽ നിന്നും കുറഞ്ഞു പോവുകയില്ല. കർത്താവിനുള്ള അടുപ്പം എന്നിൽ നിന്നും മാറിപ്പോവുകയില്ല. ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കും, ഞാൻ കർത്താവിനോട് പറ്റിയിരിക്കും. അങ്ങനെ തന്നെ ദൈവമക്കൾ ഇരുന്നാൽ ഈ യുദ്ധത്തിൽ ജയിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. മനുഷ്യരോട് പോരാട്ടമില്ല, വാളെടുത്തും മാനുഷിക ബുദ്ധി ഉപയോഗിച്ചും പോരാട്ടമില്ല. എന്നാൽ ഈ പോരാട്ടം ഒരു ആത്മീക പോരാട്ടമാണ്. ആമേൻ. നിങ്ങളെല്ലാവരും സ്തുതിയോടെ സ്തോത്രത്തോടെ ഇരിക്കണം. ആമേൻ. ചില ആളുകൾ വായി മാത്രം തുറക്കുന്നു, ഒന്നും പറയുന്നില്ല. അത് കോട്ടുവാ വിടുന്നുണ്ട്, ഒന്നല്ല ധാരാളം പേർ. പക്ഷേ സ്തുതിയോടെ സ്തോത്രത്തോടെ ഇരുന്നാൽ എനിക്കത് ഓക്കെയാണ്. വായി തുറക്കുന്നത് സ്തുതിക്കാനായിരിക്കണം. അടുത്ത കഴിച്ച് പറഞ്ഞേ, വായി തുറന്ന് സ്തുതിക്കണം, വായി തുറന്ന് ആരാധിക്കണം. ശരി ശരി. സ്തുതിയോടെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ പാദത്തിലിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിക്കായിരുന്നാൽ ഞാൻ പ്രസംഗം നിർത്തും. നിങ്ങൾ സ്തുതിച്ചു തുടങ്ങുമ്പോൾ ഞാൻ വീണ്ടും പ്രസംഗിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ദാനിയേൽ നിമിത്തം ഒരു ആത്മീക യുദ്ധം നടക്കുകയാണ്. ആദാമിനും ഹവ്വയ്ക്കുമെതിരെ ഒരു പോരാട്ടമുണ്ടായി. പക്ഷേ ആദാമും ഹവ്വയും ആ യുദ്ധത്തിൽ തോറ്റുപോയി. ഹല്ലേലൂയ. എങ്ങനെ തോറ്റുപോയി? ദൈവം കൊടുത്ത കൽപ്പനയോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ആദാമും ഹവ്വയും തോറ്റുപോയി. അപ്പോൾ ശ്രദ്ധിക്കുക, അനുസരണക്കേട് കാണിക്കുമ്പോൾ ആത്മീക യുദ്ധത്തിൽ തോൽക്കും. എന്തിനോടുള്ള അനുസരണക്കേട്? കർത്താവിൻ്റെ തിരുവെഴുത്തിനോട്, കർത്താവിൻ്റെ തിരുവചനത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ആത്മീക യുദ്ധത്തിൽ ദൈവമക്കൾ തോറ്റുപോകും. ദൈവം തേജസ്സിനാലും അഭിഷേകത്താലും അലങ്കരിക്കുന്ന മനുഷ്യർ അവരോട് സാത്താൻ പോരാടുമ്പോൾ അവർ ദൈവത്തോട് പറ്റിയിരുന്നാൽ, അനുസരണയിലിരുന്നാൽ, താഴ്മയിലിരുന്നാൽ, ദൈവസ്നേഹത്തിലിരുന്നാൽ തോറ്റുപോകുകയില്ല. അവർ ജയിക്കും. ആമേൻ. ഹല്ലേലൂയ. ആദാമും ഹവ്വയും ദൈവം പറഞ്ഞ കാര്യങ്ങളെ ലംഘിച്ചപ്പോൾ, ദൈവം പറഞ്ഞ കാര്യങ്ങളോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ തോറ്റുപോയി. കൃപയിൽ നിന്ന് വീണുപോയി, തേജസ്സിൽ നിന്നും വീണുപോയി. തേജസ്സുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അനുസരണക്കേട് തേജസ്സിനെ നഷ്ടപ്പെടുത്തി. പിശാചിൻ്റെ ആലോചന ദൈവമക്കൾക്ക് വേണ്ട. ദൈവത്തിൻ്റെ ശബ്ദം ദൈവമക്കൾ കേട്ടാൽ മതി, അതവരെ കൃപയിൽ വർദ്ധിപ്പിക്കും, ദൈവ തേജസ്സിൽ വർദ്ധിപ്പിക്കും.
ലോകത്തിൻ്റെ ശബ്ദം കേട്ടാൽ, പിശാചിൻ്റെ ശബ്ദം കേട്ടാൽ കൃപയിൽ നിന്നും വീണു പോകും, തേജസ്സിൽ നിന്നും വീണു പോകും. ഹല്ലേലൂയ. രണ്ടാമത് കയീനും ഹാബേലും. കയീൻ അസൂയ പിടിച്ചാണ് വീണു പോകുന്നത്. അപ്പോൾ ആത്മീക യുദ്ധത്തിൽ കയീൻ തോറ്റുപോയി. ഹാബേൽ ഒരു രക്തസാക്ഷിയായി മാറിയെങ്കിലും ദൈവസന്നിധിയിൽ ഹാബേൽ ജയിച്ച നല്ലൊരു റിപ്പോർട്ടാണ് ഹാബേലിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായി കഴിയുന്നത്. ഹാബേലിനും കയീനും ദൈവത്തിന് യാഗം കഴിക്കുന്നു. എന്നാൽ മേത്രമായത് ദൈവത്തിന് കൊടുക്കണം എന്ന ഒരു മനസ്സുണ്ടായിരുന്ന ഹാബേൽ തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ദൈവത്തിനെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിനായി ദൈവനാമത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മേത്രമായ രീതിയിൽ ചെയ്യണം എന്നുള്ള മനസ്സോടുകൂടെ ദൈവമക്കളായിരിക്കണം. സഭയിൽ തന്നെയും ദൈവമക്കൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ മനുഷ്യർക്ക് ചെയ്യുന്നു എന്നതുപോലെയല്ല. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നു, കർത്താവിന് ചെയ്യുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ അധ്വാനിക്കുന്നു എന്ന മനസ്സോടുകൂടെ അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഹാബേലിൻ്റെ മാനസികാവസ്ഥ തന്നെ നമുക്കുണ്ടാകണം. മേത്രമായത്, നല്ലത്, നല്ല രീതിയിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണം എന്ന ഒരു ചിന്ത നമ്മിലുണ്ടാകട്ടെ. പല ജോലികൾ ചെയ്യുന്നവർ, പല രീതിയിൽ കർത്താവിൻ്റെ നാമത്തിൽ സേവനങ്ങൾ ചെയ്യുന്നവർ, നിങ്ങൾക്കെല്ലാവർക്കും ഇതേ മാനസികാവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യാദികൾ സമർപ്പണത്തോടെ ചെയ്യുമ്പോൾ, വിശുദ്ധിയോടെ ചെയ്യുമ്പോൾ, മേത്രമായ രീതിയിൽ ചെയ്യുമ്പോൾ, പൂർണ്ണ മനസ്സോടെ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകും. മനസ്സില്ലാ മനസ്സോടെ കർത്താവിൻ്റെ നാമത്തിൽ കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകില്ല. മനസ്സില്ലാ മനസ്സോടുകൂടെ, മുറുമുറുപ്പോടെ, പിറുപിറുപ്പോടുകൂടെ ദൈവനാമത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകണമോ? മനസ്സോടെ ചെയ്യണം. മേത്രമായത്, ഹാബേലിനെ കുറിച്ച് വചനം പറയുന്നു, മേത്രമായത് മേധസ്സിൽ നിന്ന് തന്നെ ഉള്ളതെടുത്ത് ഹാബേൽ ദൈവത്തിന് യാഗം കഴിച്ചു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഹാബേൽ ദൈവത്തിന് മേത്രമായത് കൊടുക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിച്ചു. ആ ഏരിയയിൽ കയീൻ അനുഗ്രഹം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ആ ഏരിയയിൽ കയീൻ അനുഗ്രഹം ഉണ്ടാകാത്തത്? മേത്രമായത് ദൈവത്തിന് കൊടുക്കണം, ദൈവനാമത്തിൽ ചെയ്യുന്നത് മേത്രമായ രീതിയിൽ ചെയ്യണം എന്ന ചിന്ത ഇല്ലാത്തത് കൊണ്ട് കയീന് ആ ഏരിയയിൽ അനുഗ്രഹം ഉണ്ടായില്ല. കർത്താവിൻ്റെ നാമത്തിൽ പല കാര്യങ്ങൾ, ദൈവസഭയുമായി ബന്ധപ്പെട്ട്, ദൈവവേലയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യുവാൻ അവസരം ലഭിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സ്തോത്രത്തോടെ, സ്തുതിയോടുകൂടെ ആ കാര്യങ്ങൾ ചെയ്താൽ, എത്രയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ അത്രയും നല്ല രീതിയിൽ ചെയ്താൽ കർത്താവ് അതിനെ ഒരു യാഗമായി കണക്കാക്കും. ദൈവത്തിൻ്റെ പ്രസാദം ആ ആക്ടിവിറ്റീസിലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും, നമ്മുടെ ആക്ടിവിറ്റീസിൽ അത് അനുഗ്രഹമായി മാറും, നമ്മുടെ തലമുറകൾക്ക് അത് അനുഗ്രഹമായി മാറും. അടുത്തൊരു കൈ പിടിച്ച് പറഞ്ഞേ, കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് മേത്രമായി ചെയ്യണം, നല്ലത് ചെയ്യണം, ബെസ്റ്റായിട്ട് ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് മേത്രമായത് ചെയ്യണം, നല്ലത് ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം. ആ ഹൃദയം നമ്മിലുണ്ടാകട്ടെ, ആ ഒരു ഉള്ളം നമുക്കുണ്ടാകട്ടെ. അങ്ങനെയുള്ള ദൈവമക്കൾ അവരുടെ സാമ്പത്തിക മണ്ഡലങ്ങളിൽ, ഭൗതിക ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തിക മണ്ഡലത്തിൽ, ഭൗതിക ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ അതിനോട് ചേർന്ന് മറ്റൊരു വചനം കൂടെ ഞാൻ പറയട്ടെ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ. സൗമ്യത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അനേകം ഭൗമികമായ നന്മകൾ, ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ധാരാളം സ്വന്തമാക്കുവാൻ അവരുടെ മേൽ ദൈവത്തിൻ്റെ സഹായമുണ്ടാകും. അഹങ്കാരത്തോടെ സംസാരിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും നന്മകൾ നഷ്ടപ്പെട്ടു പോകും. പണത്തെക്കുറിച്ച് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ, പദവിയെക്കുറിച്ച് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, തൊഴിലിനെക്കുറിച്ച്, പ്രൗഢിയെക്കുറിച്ച്, ഏതെങ്കിലും ജാതിയെക്കുറിച്ച്, കുടുംബമഹിമയെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അഹങ്കരിക്കുന്ന ഒരു സ്വഭാവമോ
അഹങ്കരിച്ച് സംസാരിക്കുന്ന ഒരു വായോ നമുക്കുണ്ടെങ്കിൽ ആ ഏരിയയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ ജനത്തിന് എന്തു വേണം? സൗമ്യത വേണം. സാമ്പത്തിക മണ്ഡലത്തിൽ, ഭൗമിക ജീവിതത്തിൽ, ഫിസിക്കൽ ലൈഫിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സ്വഭാവത്തിൽ ഒരു വിശുദ്ധീകരണം വേണം, സൗമ്യത വേണം. വമ്പ് പറയരുത്, അഹങ്കാരത്തോടെ സംസാരിക്കരുത്, ഉന്നത ഭാവത്തോടെ സംസാരിക്കരുത്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. താഴ്മയുള്ളവനെ ഉയർത്തും എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. സംസാരത്തിൽ താഴ്മയുണ്ടാകട്ടെ, ചിന്തകളിൽ, മനോഭാവത്തിൽ താഴ്മയുണ്ടാകട്ടെ. എത്ര ഉന്നതനായിരുന്നാലും അഹങ്കാരം പറയരുത്, വമ്പ് പറയരുത്, ഉന്നതഭാവം കാണിക്കരുത്. എത്ര ഉന്നതനായിരുന്നാലും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുമല്ല എന്നുള്ള ഒരു മനോഭാവം നമ്മിൽ ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള ദൈവമക്കളെ കർത്താവ് ഉയർത്തും. അടുത്ത കഴിച്ച് പറഞ്ഞ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ആമേൻ, ആമേൻ. ദരിദ്രൻ്റെ മുന്നിൽ, ബലഹീനൻ്റെ മുന്നിൽ ഞാൻ വലിയവനാണെന്ന് വമ്പ് പറയുന്നവൻ, ഞാൻ ഉന്നതനാണെന്ന് അഹങ്കാരം പറയുന്നവൻ, അഹങ്കാരം സംസാരിക്കുന്നവൻ, അതൊരു ദുഷ്ടഹൃദയമാണ്. എന്നാൽ ആ ദരിദ്രനെയും ആ ബലഹീനനെയും മുറിവേൽപ്പിക്കാതെ വണ്ണം അവനോട് സൗമ്യതയോടുകൂടെ പെരുമാറുവാൻ, സൗമ്യതയോടുകൂടെ സംസാരിപ്പാനുള്ള ഒരു വിശുദ്ധി, സ്വഭാവത്തിലൊരു വിശുദ്ധി ഉണ്ടെങ്കിൽ, ആമേൻ, ആ ഒരു താഴ്മയുണ്ടെങ്കിൽ, ആ ഒരു ജ്ഞാനമുണ്ടെങ്കിൽ, ആ മേഖലകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ നമ്മുടെ സംസാരവും മനോഭാവവും തടസ്സമാകാം. എന്നാൽ ഈ വചനത്താൽ നമ്മെ ശുദ്ധീകരിച്ചാൽ ആ തടസ്സങ്ങൾ മാറിപ്പോകും. വമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഹങ്കാരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഉന്നത ഭാവത്തോടുകൂടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ തരം താഴ്ത്തി നിങ്ങൾ ഒന്നുമല്ല എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമോ സംസാരമോ മനോഭാവമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അത് നോട്ട് ചെയ്ത്, കർത്താവേ, എന്നോട് ഈ വിഷയം ക്ഷമിക്കണമേ, എൻ്റെ അറിവില്ലായ്മ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവിനെ എന്നോട് ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചാൽ ആ കുറവിൽ നിന്നും പുറത്തു വരാം. ദൈവത്തിൻ്റെ ജനം എല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നാൽ നമ്മുടെ ഭാവത്തിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ കുറവുകൾ വരുമ്പോൾ അത് പിശാചിന് അവകാശം ലഭിക്കുവാനുള്ള ഒരു വഴിയായി അത് മാറുകയാണ്. ആ വഴി നമ്മൾ കൊടുക്കരുത്, ആ വഴിയെ നമ്മൾ അടയ്ക്കണം. അഹങ്കാരത്താൽ പിശാചിന് തുറന്നു കൊടുക്കുന്ന വഴിയെ താഴ്മ കൊണ്ട് അടയ്ക്കണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് അടയ്ക്കണം, സൗമ്യത കൊണ്ട് അടയ്ക്കണം, വിനയം കൊണ്ട് അടയ്ക്കണം. ആർക്കും വമ്പ് പറയുവാൻ, ഉന്നതഭാവം പറയുവാൻ ഒന്നുമില്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്ന ഒരു ഭാവം ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യില്ല, ദൂതന്മാർ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വരില്ല. ഭൗമികമായ നന്മകൾ അവരുടെ ജീവിതത്തിൽ ദൈവത്താൽ ലഭിക്കുകയില്ല. സ്വാഭാവികമായ നിലകളിൽ, നാച്ചുറലായിട്ടുള്ള രീതികളിൽ അവർക്ക് പലതും ലഭിച്ചേക്കാം. എന്നാൽ ദൈവത്താൽ ഒരു നന്മ, ദൈവത്താൽ ഒരു അനുഗ്രഹം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ, അഹങ്കാരികളുടെ ജീവിതത്തിൽ, ഉന്നതഭാവമുള്ളവരുടെ ജീവിതത്തിൽ ലഭിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്ന മക്കൾ, കർത്താവിനെ ആരാധിക്കുന്ന മക്കൾ, നമ്മുടെ സ്വഭാവം, ചിന്താഗതി, സംസാരം, പെരുമാറ്റം, ഇതിലെല്ലാറ്റിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമുണ്ട്, ഒരു വിശുദ്ധീകരണം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ആത്മീക യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഈ ഏരിയകളിൽ നമ്മൾ ഒരു വേലി കെട്ടണം. ഹല്ലേലൂയ. സൗമ്യത വേണം, താഴ്മ വേണം, വിനയം വേണം. ഹല്ലേലൂയ. കരുണ വേണം, സ്നേഹം വേണം. ഇതുണ്ടെങ്കിൽ ആത്മീക യുദ്ധത്തിൽ ദൈവമക്കൾക്ക് ജയിക്കാം. ഹല്ലേലൂയ. വീണ്ടും പറയട്ടെ, അഹങ്കാരികൾക്ക് ഭൗതിക ജീവിതത്തിൽ, നോർമൽ ലൈഫിൽ വമ്പ് പറയുന്നവർ, ഉന്നതഭാവം കാണിക്കുന്നവർ, അഹങ്കാരത്തോടെ സംസാരിക്കുന്നവർ ആത്മീക യുദ്ധത്തിൽ ജയിക്കുകയില്ല. അവരുടെ മേൽ പിശാച് പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കും. പിശാച് പലതരത്തിലുള്ള ആയുധങ്ങൾ അവരുടെ മേൽ പ്രയോഗിക്കുമ്പോൾ
ദൈവം അവരെ വേലികെട്ടി കാക്കുകയുമില്ല. അവരുടെ മേൽ വരുന്ന ഡാമേജ്, അവരുടെ മേൽ വരുന്ന തകരാറുകൾ അത് മേൽക്കുമേൽ എസ്കലേറ്റ് ചെയ്ത് വലുതായി വലുതായി പൊയ്ക്കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ജനം ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാനും കുറവുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിനോടുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കുവാനുമാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ. പിശാചിനിടം കൊടുക്കരുത്. പിശാചിനിടം കൊടുത്താൽ അവൻ വരുന്നത് അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ്. എന്നാൽ യേശു കർത്താവ് വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് കർത്താവ് വന്നിരിക്കുന്നത്. ആമേൻ. നമ്മുടെ നാശമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ തകർച്ചയല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ കഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ നഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മിൽ ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ആണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ആ നന്മയെ നമുക്ക് ഏറ്റെടുക്കാം, ആ ആശീർവാദത്തെ നമുക്ക് ഏറ്റെടുക്കാം, ആ ജയത്തെ നമുക്ക് ഏറ്റെടുക്കാം, നമ്മെ നമുക്ക് വിശുദ്ധീകരിക്കാം. ഹല്ലേലൂയ. ചിന്തയിൽ, മനോഭാവത്തിൽ, സംസാരത്തിൽ, നോട്ടത്തിൽ, പെരുമാറ്റത്തിൽ എവിടെയെല്ലാം താഴ്മയാൽ, സ്നേഹത്താൽ, സൗമ്യതയാൽ വിശുദ്ധീകരണം കൊണ്ടുവരാമോ അവിടെയൊക്കെ ഒരു വിശുദ്ധീകരണം കൊണ്ടുവരുമ്പോൾ സ്വർഗം അങ്ങനെയുള്ള ദൈവമക്കൾക്ക് അനുകൂലമായി നിൽക്കും. ദൈവദൂതന്മാർ അങ്ങനെയുള്ള ദൈവമക്കൾക്കായി, താഴ്മയുള്ളവർക്കായി ദൂതൻ ഇറങ്ങും. ദാനിയേലിനെ നോക്കി ദൂതൻ പറയുകയാണ്, നീ മനസ്സ് വെച്ചതു മുതൽ, തിരിച്ചറിയേണ്ടതിന് മനസ്സ് വെച്ചതു മുതൽ, താഴ്മ ധരിച്ചതു മുതൽ ഞാൻ നിനക്കായി അയക്കപ്പെട്ടു. ദൈവം എന്നെ നിനക്കായി അയച്ചു. എപ്പോൾ ഒരു ദൈവ പൈതൽ താഴ്മപ്പെടുമോ, എപ്പോൾ ഒരു ദൈവ പൈതൽ തിരിച്ചറിയുവാൻ മനസ്സ് വെക്കുമോ, അപ്പോൾ സ്വർഗം ആ ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടമനുഷ്യർ ദൈവമക്കൾക്ക് വിരോധമായി വമ്പ് പറഞ്ഞുകൊണ്ട്, ഉന്നതഭാവം കാണിച്ചുകൊണ്ട്, അഹങ്കാരം കാണിച്ചുകൊണ്ട് തകർക്കുവാൻ, നശിപ്പിക്കുവാൻ പാഞ്ഞെടുക്കുമ്പോൾ താഴ്മയുള്ള ദൈവ പൈതലിനെ, സ്നേഹം നിറഞ്ഞ ദൈവ പൈതലിനെ, സൗമ്യതയുള്ള ദൈവ പൈതലിനെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുന്ന ദൈവ പൈതലിനെ സ്വർഗം തൻ്റെ ദൂതന്മാരെ അയച്ച്, ആമേൻ, അവർക്കായി യുദ്ധം ചെയ്യുവാൻ ദൈവത്തിൻ്റെ സൈന്യത്തെ അയച്ച് കർത്താവ് തൻ്റെ മക്കളെ കാത്തുകൊള്ളും. ദാവീദിൻ്റെ മുന്നിൽ ഒരു ശത്രു വെല്ലുവിളിച്ചു കൊണ്ടുവരികയാണ്. ആരാണ് ആ ശത്രു? ഗോലിയാത്ത്. ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോലിയാത്തിൻ്റെ അഹങ്കാരം എന്താണെന്ന് അറിയാമോ? വളരെ പൊക്കമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, വലിയ അഭ്യാസിയാണ്, ശരീരം മുഴുവനും പടച്ചട്ടയുണ്ട്, നല്ല ആയുധങ്ങൾ കയ്യിലുണ്ട്, എത്ര പേർ വന്നാലും അടിച്ചു തോൽപ്പിക്കുവാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് വളരെ വമ്പ് പറഞ്ഞ് ഉന്നതഭാവം കാണിച്ച് അഹങ്കാരത്തോടുകൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിൽ വെല്ലുവിളിക്കുകയാണ്. ആരെങ്കിലും ഒരുവൻ ഈ ഗോലിയാത്തിനെ യുദ്ധം ചെയ്ത് ജയിക്കണം എന്ന് വെല്ലുവിളിക്കുകയാണ്. എന്നാൽ പടച്ചട്ടയില്ലാത്ത, കാട്ടിൽ ആടുകളെ മേച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദാവീദ്, തൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിറങ്ങി. ഹല്ലേലൂയ. പടച്ചട്ടയില്ല, അഭ്യാസമില്ല, അത്രയ്ക്ക് പൊക്കമില്ല, ഗോലിയത്തിൻ്റെ അത്ര ആരോഗ്യമില്ല. പക്ഷേ ദാവീദിൻ്റെ മേൽ ഒന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. സൈന്യത്താലല്ല, ബലത്താലല്ല, യഹോവയുടെ ആത്മാവാലത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ വന്നിറങ്ങിയതിന് ശേഷം തൻ്റെ കയ്യിൽ നിസ്സാരപ്പെട്ട ചിലതേ ഉള്ളൂ. ഒരു കവണയും 5 കല്ലും എടുത്തുകൊണ്ട് ഗോലിയാത്തിന് നേരെ ദാവീദ് പോവുകയാണ്.
കവണയും കല്ലും ഉണ്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറം ദാവീദിൻ്റെ മേൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിപ്പാണ്ടക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഭൗതിക ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും മഹത്വകരമായ ദൈവികമായ സഹായം, മഹത്വകരമായ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പഠിക്കുന്നവരാണോ? നിങ്ങളുടെ പഠനത്തിൽ ഒരു എക്സലൻസി, ഒരു ശ്രേഷ്ഠത വെളിപ്പെടുത്തുവാൻ കഴിയും. തൊഴിൽ ചെയ്യുന്നവരാണോ? നിങ്ങളുടെ തൊഴിലിൽ ഒരു 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 വളർച്ച, ഒരു ഉയർച്ച നിങ്ങൾക്ക് അനുഭവിപ്പാനായി കഴിയും. നിങ്ങളുടെ ശരീരം ബലഹീനപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ശരീരത്തിൽ ഒരു ആരോഗ്യത്തെ നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും. നിങ്ങൾ ഏതെല്ലാം മേഖലകളിലായിരിക്കുന്നുവോ ആ മേഖലകളിൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് ഇറങ്ങുവാൻ നിങ്ങൾ ഇടം കൊടുക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആവസിക്കുവാൻ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ, മഹത്വകരമായ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദാവീദിനോട് കൂടെ ഇരുന്ന് ഗോലിയാത്തിനെ ജയിക്കുവാൻ കർത്താവ് ദാവീദിനെ പ്രാപ്തനാക്കിയതുപോലെ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വസിപ്പാൻ നമ്മെ നാം ഒരുക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. കർത്താവ് പഠിപ്പിക്കുകയാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ആരോടെങ്കിലും വെറുപ്പോ പകയോ പിണക്കമോ ദേഷ്യമോ ഹൃദയത്തിലുണ്ടെങ്കിൽ ഹൃദയശുദ്ധിയില്ല. ഹൃദയശുദ്ധിയില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആവസിക്കുകയില്ല. ഹല്ലേലൂയ. അടുത്ത കഴിച്ച് പറഞ്ഞേ, ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കും. ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കില്ല. ബാക്കി ഞാൻ പറയാം. അശുദ്ധി ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് ആത്മാവ് വസിക്കും? വിശുദ്ധി ഹൃദയത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കും. അശുദ്ധി ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് ആത്മാവ് വസിക്കും? അശുദ്ധാത്മാവ് വസിക്കും. അശുദ്ധി ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ഇടം കൊടുക്കരുത്. പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരും. പരിശുദ്ധാത്മാവ് ബോധം തരുമ്പോൾ ആ ബോധം പ്രാപിച്ച് തിരിച്ചറിയുവാൻ മനസ്സ് വെച്ചാൽ, താഴ്മപ്പെട്ടാൽ, ശുദ്ധീകരിച്ചാൽ, നിരപ്പ് പ്രാപിച്ചാൽ ദൂതനിറങ്ങും, യുദ്ധം നടക്കും. നമുക്ക് വിരോധമായി വലയം ചെയ്തിരിക്കുന്ന, നമുക്ക് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ എത്ര വലുതു തന്നെയായിരുന്നാലും ആ പൈശാചിക മണ്ഡലങ്ങളെല്ലാം തകർത്ത് ദൈവജനത്തെ ആമേൻ ബലപ്പെടുത്തുവാൻ, ആരാധിക്കുന്ന ദൈവജനത്തെ, വചനം ഏറ്റെടുക്കുന്ന ദൈവജനത്തെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ കർത്താവ് മതിയായവനാണ്. നിങ്ങൾ എത്ര ബലഹീനരായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിപ്പാൻ ഇടം കൊടുക്കാമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു എക്സലൻസി വെളിപ്പെടുവാൻ, ഒരു ശ്രേഷ്ഠത വെളിപ്പെടുവാൻ, നിങ്ങൾ ആ ഏരിയകളിൽ ഔട്ട്സ്റ്റാൻഡിങ് ആകുവാൻ, വേറിട്ട് നിൽക്കുന്ന ഒരു ദൈവ പൈതലാകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ജയിച്ച ദാവീദിനെ പോലെ, താങ്ക് യു ലോർഡ് ജീസസ്, ജയമെടുക്കുവാൻ കർത്താവ് തൻ്റെ മക്കൾക്ക് കൃപയെ തരും. ജയത്തെ തരുന്ന കർത്താവ്. അപ്പോൾ എങ്ങനെയാണ് ജയിക്കേണ്ടത്, എങ്ങനെ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആത്മീക യുദ്ധമുണ്ട്. നമ്മുടെ ഉള്ളിൽ വെറുപ്പും കയ്പും പകയും പിണക്കവും സാത്താൻ വിതയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ അനുവദിക്കാതെ വണ്ണം, ഇല്ല, ഞാൻ വെറുപ്പിന് ഞാൻ ഇടം കൊടുക്കുകയില്ല, പകയ്ക്കും പിണക്കത്തിനും കയ്പിനും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇടം കൊടുക്കുകയില്ല എന്ന് നമ്മളെ തന്നെ കാക്കുകയാണെങ്കിൽ, ആമേൻ,
ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോവുകയില്ല. അധികം ബലവും അധികം കൃപയും കർത്താവ് നിങ്ങളുടെ മേൽ കൽപ്പിക്കും. ഹല്ലേലൂയ. ആരെയൊക്കെയാണ് സ്നേഹിക്കുവാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം സ്നേഹം വേണം. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കില്ല, ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കില്ല, ഇങ്ങനെയുള്ള മനോഭാവം നിങ്ങളിൽ ഉണ്ടാകരുത്. പകരം ഞാൻ എല്ലാവരോടും സംസാരിക്കും, ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. അങ്ങനെയുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം. ഹല്ലേലൂയ. ആരോടും പകയും പിണക്കവും വെറുപ്പും കയ്പും നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകരുത്. അത് അശുദ്ധിയാണ്, അത് പിശാചിന് ഇടം കൊടുക്കുന്നതാണ്, അത് നമ്മുടെ ജീവിതത്തിൽ ഡാമേജുകൾ ഉണ്ടാക്കും. ഹല്ലേലൂയ. അടുത്ത് കൈപിടിച്ച് പറഞ്ഞേ, പക വേണ്ട, പിണക്കം വേണ്ട, കയ്പ് വേണ്ട, വിരോധം വേണ്ട, ധാർഷ്ട്യം വേണ്ട, അഹങ്കാരം വേണ്ട, ഉന്നതഭാവം വേണ്ട, താഴ്മ മതി, സ്നേഹം മതി, സൗമ്യത മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ. കർത്താവ് എന്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു? സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു. തൻ്റെ ജീവിതത്തിൽ കർത്താവ് സ്നേഹിച്ചു. ഹല്ലേലൂയ. ലോകം നൽകുന്നൊരു സ്നേഹമല്ല കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തിൻ്റെ സ്നേഹം വേറെ, ദൈവസ്നേഹം വേറെ. ലോകം സ്നേഹിക്കുന്ന സ്നേഹം അതെങ്ങനെയുള്ള സ്നേഹമാണ്? അത് ഏതെങ്കിലും ബെനഫിറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള സ്നേഹമായിരിക്കും. കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? നിരുപാധിക സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ് ആണ്, ഒരു ഉപാധികളുമില്ലാത്ത സ്നേഹമാണ്. ആമേൻ. അതുല്യമായ സ്നേഹമാണ്, തുല്യതയില്ലാത്തൊരു സ്നേഹമാണ്. അതാണ് യേശു കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമ്മിൽ വെളിപ്പെടട്ടെ. അതേ കർത്താവ് തമ്മിൽ സ്നേഹിപ്പാൻ പഠിപ്പിച്ച കർത്താവ് വീണ്ടും പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ആരാണ് ശത്രു? ആരാണ് ശത്രു? നമ്മെ നശിപ്പിക്കുവാൻ വരുന്നവൻ, നമ്മെ തകർക്കുവാൻ വരുന്നവൻ, നമുക്കെതിരെ വരുന്നവൻ, നമ്മെ തരം താഴ്ത്തുന്നവൻ, നമ്മെ നിന്ദിക്കുന്നവൻ, നമ്മെ ദുഷിക്കുന്നവൻ, അവൻ നമ്മുടെ ശത്രുവാണ്. എന്നാൽ അവനോടും ദേഷ്യം വരാതെ, കോപിക്കാതെ ക്ഷമിക്കുവാനും താഴുവാനും കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, അവിടെ ദൈവമക്കൾ ജയിക്കുകയാണ്. ശത്രുക്കളോടും പകയോ കയ്പോ പിണക്കമോ വരരുതെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശത്രുവിനെ ജയിക്കുവാനുള്ള ഒരു ആയുധത്തെയാണ് കർത്താവ് തൻ്റെ മക്കൾക്കായി പകർന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മനുഷ്യരിലൂടെ വരുന്ന ശത്രുത, മനുഷ്യൻ്റെ വാക്കുകളിലൂടെ വരുന്ന ശത്രുത, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വരുന്ന ശത്രുത, അതെല്ലാം അറിയുമ്പോൾ തന്നെ അവരോട് ദേഷ്യം കാണിക്കാതെ, കോപിക്കാതെ, വെറുക്കാതെ, ഒരു വിരോധമുണ്ടാകാതെ അപ്പോഴും അവരെയും സ്നേഹിക്കുവാനുള്ളൊരു മാനസികാവസ്ഥ അതൊരു ആത്മീകന് മാത്രമേ കഴിയുകയുള്ളൂ. ജഡീകൻ അത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. കർത്താവ് തൻ്റെ തിരുവചനത്താൽ ദൈവത്തിൻ്റെ മക്കളെ ആത്മീകരാക്കി മാറ്റുകയാണ്. കർത്താവിനറിയാം, ഈ രീതിയിൽ ഈ വചനങ്ങളെ ദൈവജനം ഏറ്റെടുത്താൽ പിശാചിനെ അവർ ജയിക്കും. അവർക്കെതിരെ വരുന്ന പൈശാചിക ശക്തികളെ അവർ ജയിക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഏതു മനുഷ്യരെയാണ് ദൈവമക്കൾ വെറുക്കേണ്ടത്? ആരെയാണ് ദൈവമക്കൾ വെറുക്കേണ്ടത്? പറഞ്ഞോ, ആലോചിച്ചു പറഞ്ഞോ. ആലോചന നടക്കുകയാണ്. ആണോ? ബെൽസിസ്റ്റർ പറയാ, ഈ ഭൂമിയിൽ വെറുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്ന്. ആർക്കൊക്കെ എങ്ങനെ പറയാൻ പറ്റും? 4-5 പേരുണ്ട്. ബാക്കിയുള്ളവർ ഒരു ലിസ്റ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ വെറുക്കേണ്ട ആളുകളാണ്. ഈ ഭൂമിയിൽ ആരെയും വെറുക്കുവാൻ കർത്താവ് നമ്മോട് പറയുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. യേശു കർത്താവിനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്
ഉപദ്രവിച്ച് ക്രൂശിൽ തറച്ച മനുഷ്യരെ നോക്കി കർത്താവ് അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നിങ്ങളാണ് ഈ രീതിയിൽ ക്രൂശിൽ കിടന്നതെങ്കിൽ ഇല്ലാത്ത കുറ്റം പറഞ്ഞ് നല്ല അടിയും തന്ന് ക്രൂശിൽ തൂക്കി ഇട്ടാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? പലരും ആലോചിക്കുന്നുണ്ട്. എന്തായിരിക്കും പറയുക? ദൈവം നിന്നെ ഒന്നും വെറുതെ വിടില്ല, ദൈവത്തിൻ്റെ ന്യായവിധി നിന്റെ മേൽ വരും, അല്ലേ? എന്തായിരിക്കും പറയുക? എന്തായിരിക്കും പറയുക? ശരി, നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ചോ. നിങ്ങൾ ആലോചിച്ച് തീരുന്നവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവാണ് നമ്മുടെ മാതൃക. ഹല്ലേലൂയ. ഒരു ചെകിടത്തടിക്കുന്നവന് മറു ചെകിടും കൂടെ കാണിച്ചു കൊടുക്കുവാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവനോട് ഒരു പകയും ഒരു പിണക്കവും വിരോധവും വേണ്ട. താഴുവാനും സഹിക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമാണ് കർത്താവ് തൻ്റെ മക്കളെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴുവാനും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും യേശു കർത്താവ് പഠിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ആത്മീക യുദ്ധത്തിൽ ദൈവജനം ജയിക്കുവാൻ വേണ്ടി. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ താഴ്മയും സ്നേഹവും പരസ്പര ബഹുമാനവും വിനയവും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവമക്കൾ ഒരു പരിധിവരെ, വലിയൊരു പരിധിവരെ അവരുടെ ജീവിതത്തിൽ പിശാചിനെ ജയിക്കും. ഹല്ലേലൂയ. പകയും വെറുപ്പും കയ്പും പിണക്കവും കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം പല മേഖലകളിലും വരാതവണ്ണം തടസ്സപ്പെട്ട് കിടക്കുന്ന അനേകം ദൈവമക്കൾ ഉണ്ട്. ആരാധിച്ചാലും സ്തുതിച്ചാലും പ്രാർത്ഥിച്ചാലും പകയും പിണക്കവും കയ്പും വൈരാഗ്യവും ഉള്ളിലുള്ളതുകൊണ്ട്, ക്ഷമിക്കുവാനും താഴുവാനും സ്നേഹിപ്പാനും മനസ്സിലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം പല ഏരിയയിലും കടന്നു വരികയില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ വളരെയധികം അന്യഭാഷയിൽ സംസാരിച്ച് ആരാധിച്ച് പിശാചിനെ ജയിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിൽ അനേകർക്ക് വളരെ സന്തോഷമാകുമായിരുന്നു. അതൊരു ഭാഗമാണ്. അങ്ങനെയും നിങ്ങൾക്ക് ആത്മാവിൽ ബലപ്പെടുവാനും ജയിക്കുവാൻ കഴിയും. എന്നാൽ അടിസ്ഥാനപരമായി നമ്മിലൊരു വിശുദ്ധീകരണം വന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആത്മാവിൽ ജാഗരിക്കുന്ന ജാഗ്രത അതതിൻ്റെ പൂർണ്ണതയിലെത്തുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആരാധിക്കുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപ പെരുകുവാൻ കാരണമാകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ വർദ്ധിക്കുവാൻ കാരണമാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ വർദ്ധിക്കുവാൻ കാരണമാകുന്നു. എന്നാൽ അതിനെ ചോർത്തിക്കളയുന്ന അശുദ്ധികൾ നമ്മുടെ സ്വഭാവത്തിലും മനസ്സിലും ചിന്തയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുകയില്ല. കൂട്ടായ്മകളിൽ ലഭിക്കുന്ന ദൈവ സാന്നിധ്യം, തിരുവചനത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവ സാന്നിധ്യം, ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവ സാന്നിധ്യം, അന്യഭാഷകളിൽ അനേക സമയങ്ങൾ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മിൽ തങ്ങണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിക്കണമെങ്കിൽ, ദൈവകൃപയിൽ നമ്മൾ ബലപ്പെട്ട് എഴുന്നേൽക്കണമെങ്കിൽ നമ്മെ നാം ശുദ്ധീകരിക്കണം. കർത്താവിൻ്റെ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കണം. വചനം കേട്ടുകൊണ്ടിരിക്കുവാൻ മാത്രമുള്ളതല്ല, ജീവിതത്തിൽ പ്രയോഗിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന വചനങ്ങൾ നിങ്ങളെല്ലാം ഏറ്റെടുക്കോ, അതേ കേട്ടുകൊണ്ട് മാത്രം ഇരിക്കോ? ഷുവറാണോ? ഉറപ്പായിട്ട് എല്ലാവരും ഏറ്റെടുക്കോ? കേൾക്കുന്ന ഓരോ വചനങ്ങളും സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് അതിനെ ജീവിതത്തിൽ പ്രയോഗിക്കാമെങ്കിൽ വലിയ മാറ്റം, വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവ തേജസ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. വചനം അനുസരിക്കുന്നവർ, വചനം ഏറ്റെടുക്കുന്നവർ ദൈവ സാന്നിധ്യത്തിൽ വർദ്ധിച്ചു വരും, ദൈവ തേജസ്സിൽ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും
അതിനെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ആമേൻ അതിനെ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വീണ്ടും ദൈവത്തോട് അടുത്ത് വരുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരത്തെ തരും. ഹല്ലേലൂയ. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു ആത്മയുദ്ധം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം വേണം. ഒരു ആത്മയുദ്ധം ചെയ്യണമെങ്കിൽ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു ആത്മയുദ്ധം ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ഒരു വിശുദ്ധീകരണം വേണം. ദ്രവ്യാഗ്രഹികൾക്ക് ആത്മയുദ്ധം ചെയ്യാൻ പറ്റില്ല. പണമോഹികൾക്ക് ആത്മയുദ്ധം ചെയ്യാൻ പറ്റില്ല. പണമോഹികൾ അവരുടെ സംസാരത്തിൽ പണത്തെക്കുറിച്ച് മാത്രം ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അഹങ്കാരികൾ അവരെക്കുറിച്ച് തന്നെ ഉയർത്തി സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ താഴ്മയുള്ള ദൈവമക്കൾ, സ്നേഹം നിറഞ്ഞ ദൈവമക്കൾ, ക്ഷമിക്കുന്ന ദൈവമക്കൾ, മാനസാന്തരപ്പെടുന്ന ദൈവമക്കൾ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ആത്മാവിൻ്റെ ബലം പ്രാപിച്ച് ദൈവകൃപയാൽ ബലം പ്രാപിച്ച് എഴുന്നേൽക്കും. അവർക്ക് ജയിക്കുവാൻ കൃപ നൽകും. അവർക്കായി സ്വർഗം തുറക്കും. അവർക്കായി ദൂതന്മാർ പുറപ്പെടും. അവർക്കായി ദൂത സൈന്യങ്ങൾ പുറപ്പെടും. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കും. അവരുടെ മേൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. അവരുടെ മേൽ യഹോവയുടെ വെളിച്ചം പ്രകാശിക്കും. ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീക യുദ്ധത്തെക്കുറിച്ചാണ്. എന്നാൽ അടിസ്ഥാനപരമായി ചില ഒരുക്കങ്ങളില്ല എങ്കിൽ ആത്മീക യുദ്ധം നടക്കുകയില്ല. യുദ്ധക്കളത്തിൽ നിൽക്കുവാൻ സംരക്ഷണ കവചം ലഭിക്കുകയില്ല. യുദ്ധക്കളത്തിൽ നിൽക്കുവാൻ എല്ലാവിധമായ സഹായങ്ങളും ലഭിക്കുകയില്ല. തോറ്റുപോകും, മുറിവേൽക്കും, തകർക്കപ്പെടും. എന്നാൽ ദൈവകൃപയിൽ നിന്നാൽ, ദൈവവചനത്തിൽ നിന്നാൽ, ദൈവവചനത്താൽ രൂപാന്തരം പ്രാപിച്ചാൽ എല്ലാവിധമായ സംരക്ഷണവും സ്വർഗം തൻ്റെ മക്കൾക്കായി ഒരുക്കും. അവരെ കർത്താവ് ബലപ്പെടുത്തും. അവരെ കർത്താവ് സംരക്ഷിക്കും. അവർ നിമിത്തം വലിയ വിശുദ്ധീകരണങ്ങൾ അവരുടെ ദേശത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ കാര്യാദികളിലും കർത്താവ് അയക്കും. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരുടെ മേൽ ദൈവശക്തിയെ കർത്താവ് പകരും. ദൈവശക്തി എത്രത്തോളം പകരപ്പെടുന്നുവോ അത്രത്തോളം ആത്മാവിൽ യുദ്ധം നടക്കും. ആത്മമണ്ഡലങ്ങളിൽ യുദ്ധം നടക്കും. പൈശാചിക ശക്തികൾ താഴെ വീഴും. ഒരിക്കൽ ശിഷ്യന്മാരെ കർത്താവ് ശുശ്രൂഷയ്ക്കായി അയച്ചു. ശക്തിയും അധികാരവും കൊടുത്ത് ശുശ്രൂഷയ്ക്കായി അയച്ചു. അവർ പോയപ്പോൾ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്നും താഴെ വീണു. ആകാശമണ്ഡലങ്ങളിൽ കുടികൊള്ളുന്ന പൈശാചിക ശക്തികളുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയും അധികാരവും വരുമ്പോൾ, ഒരു ദൈവ പൈതൽ വചനമനുസരിച്ച് ഭൂമിയിൽ നടന്നു തുടങ്ങുമ്പോൾ, ഒരു ദൈവ പൈതൽ വചനം ഏറ്റെടുത്ത് തൻ്റെ ജീവിതത്തിൽ പ്രയോഗിച്ചു തുടങ്ങുമ്പോൾ, ആകാശ മണ്ഡലങ്ങളിൽ കുടികൊള്ളുന്ന, സ്വർലോക മണ്ഡലങ്ങളിൽ കുടികൊള്ളുന്ന ദുഷ്ടാത്മ സേനകൾ, പൈശാചിക സേനകൾ, അന്ധകാര ലോകാധിപതികൾ അത് താഴെ വീണു തുടങ്ങും. എപ്പോൾ സാത്താൻ താഴെ വീഴും? ഭൂമിയിലെ ദൈവസഭ വചനം ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ, വചനം ഏറ്റെടുത്ത് സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, വചനം ഏറ്റെടുത്ത് മാനസികാവസ്ഥയിൽ രൂപാന്തരത്തെ കൊണ്ടുവരുമ്പോൾ, വചനം ഏറ്റെടുക്കുമ്പോൾ സ്വർലോകങ്ങളിലെ ദുഷ്ടശക്തികൾ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയുമ്പോൾ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ താഴെ വീഴുന്ന കാഴ്ചകൾ ദൈവത്തിന്റെ ജനം കാണും. സാത്താൻ താഴെ വീഴണമോ? എന്തു ചെയ്യണം? ശക്തി ധരിക്കണം. വചനം ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രയോഗിക്കണം. കർത്താവിൻ്റെ വചനം ഏറ്റെടുക്കുന്നവർ ഒരു തരത്തിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യില്ല. പല പല ക്യാരക്ടേഴ്സിനെ പല പല ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാം. എന്നാൽ യേശു കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഈ ഭൂമിയിലുള്ള ഏതു രാജ്യത്തിൽ ജീവിച്ചാലും അവൻ ഒരിക്കലും ഹ്യൂമൻ റൈറ്റ്സിന് വിരോധമായി നിൽക്കുന്ന നിയമത്തെ ഒഴികെ
മറ്റൊരു നിയമങ്ങളെയും അവൻ ലംഘിക്കുകയില്ല. മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന ചില നിയമങ്ങൾ ചില രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ ആ നിയമത്തെ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവർ ലംഘിച്ചേക്കാം. എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യൻ്റെ അവകാശങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് രാജ്യങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ നിയമങ്ങളെ ഒന്നും ഒരു ദൈവവൈതൽ, വചനത്തെ അനുസരിക്കുന്ന ഒരു ദൈവവൈതൽ ലംഘിക്കുകയില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനങ്ങളെല്ലാം മനുഷ്യാവകാശങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുള്ളതാണ്, ഹ്യൂമൻ റൈറ്റ്സിനെ സംരക്ഷിച്ചു കൊണ്ടുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു രാജ്യത്തിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ നിയമത്തിന് ആ ദൈവ മനുഷ്യന് ഒത്തുപോകുവാൻ സാധിക്കും. മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വിരുദ്ധമായി ഫോം ചെയ്യുന്ന നിയമങ്ങളോട് ദൈവമക്കൾക്ക് ഒത്തുപോകുവാൻ കഴിയുകയില്ല. വചനം പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന നിയമങ്ങൾ മനുഷ്യാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കട്ടെ, മനുഷ്യ സ്നേഹത്തിൽ നിലനിൽക്കുന്നതായിരിക്കട്ടെ. ആ നിയമങ്ങൾ മനുഷ്യൻ്റെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടും മനുഷ്യൻ്റെ റൈറ്റ്സിനെ നിഷേധിച്ചുകൊണ്ടുമുള്ളതാകരുത്. അത് ദൈവത്തിൻ്റെ കൃപയുള്ളതും ദൈവത്തിൻ്റെ സ്നേഹമുള്ളതും മനുഷ്യ സ്നേഹമുള്ളതും അവൻ്റെ അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ളതും ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സഭ ഭൂമിയിൽ ബലപ്പെടുമ്പോൾ ദൈവവചനത്തിന് വിരോധമായി ഫോം ചെയ്യപ്പെടുന്ന നിയമങ്ങൾ, അത് ഏതു രാജ്യത്തിൻ്റെ നിയമങ്ങളായാലും ശരി, ആ നിയമ സംവിധാനങ്ങളെ കർത്താവ് തകർത്ത് കളയും. എപ്പോൾ തകർത്ത് കളയും? മനുഷ്യനെ ഉപദ്രവിക്കുന്ന നിയമങ്ങൾ, ഏകാധിപത്യത്തിൽ നിയമങ്ങൾ രാജ്യങ്ങൾ ഫോം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും ദൂതനിറങ്ങി തകർത്ത് കളയും. ദൂതനിറങ്ങി തകർത്ത് കളയും. ദൈവജനം, വചനം ഏറ്റെടുക്കുന്ന ദൈവജനം ഈ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ, വചനം അനുസരിക്കുന്ന ദൈവജനം ഈ ഭൂമിയിലുണ്ടെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനം ഭൂമിയിലുണ്ടെങ്കിൽ, അനീതിയെ സ്വർഗം തകർത്തുകളയും, അനീതിയെ ദൂതന്മാർ തകർത്തുകളയും. വചനത്തിൽ നാം വായിക്കുന്നു, ഒരിക്കലൊരു രാജാവ് താൻ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് കൊണ്ട് വളരെയധികം വമ്പ് പറയുകയാണ്. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഹെരോദാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ വമ്പ് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു കാര്യം സംഭവിച്ചു, ദൂതൻ അവനെ അടിച്ചു. വചനം ഇങ്ങനെ പറയുന്നു, അവൻ കൃമിച്ച് ചത്തുപോയി. എന്ത് സംഭവിച്ചു? കൃമിച്ച് ചത്തുപോയി. നിങ്ങളെല്ലാം നോക്കി തീർന്നിട്ട് ഞാൻ പ്രസംഗിക്കാം. എണ്ണ നോക്കൂ ഇവിടെ. ഓക്കെ, അപ്പോൾ എപ്പോൾ ദൂതൻ ഇറങ്ങും? കുട്ടികൾ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണോ? എപ്പോൾ ദൂതൻ ഇറങ്ങും? വചനം അനുസരിക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കുമ്പോൾ ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ. വചനം അനുസരിക്കുന്ന ഒരു ദൈവപൈതൽ ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ അനീതി നടക്കുമ്പോൾ, അഴിമതി നടക്കുമ്പോൾ ദൂതൻ ഇറങ്ങും. അടി കിട്ടേണ്ടവർക്ക് അടി കിട്ടും. വചനം അനുസരിക്കുന്ന ഒരു ദൈവപൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ജില്ലാ ഭരണകൂടത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. സംസ്ഥാന ഭരണകൂടങ്ങളിൽ ദൈവദൂതൻ ഇറങ്ങും. മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ ദൈവദൂതൻ ഇറങ്ങും. രാജ്യങ്ങളിൽ ദൈവദൂതൻ ഇറങ്ങും. ഏത് രാജ്യമായാലും ശരി, ദൈവത്തിൻ്റെ ജനം, ആത്മാവിൽ ആരാധിക്കുന്ന, വചനം അനുസരിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ മനുഷ്യർക്ക് നിയന്ത്രിപ്പാൻ കഴിയാത്ത നിലയിൽ ഏകാധിപത്യത്തോടുകൂടെ അവൻ ദുഷ്ടവാഴ്ചകൾ കാഴ്ചവെക്കുന്നു എങ്കിൽ അവിടെ ദൈവത്തിൻ്റെ കരം ചലിക്കും, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. താഴ്മ ധരിക്കുന്ന ദൈവജനം എഴുന്നേൽക്കുമ്പോൾ, സ്നേഹം നിറഞ്ഞ ദൈവമക്കൾ എഴുന്നേൽക്കുമ്പോൾ, ആമേൻ, ദൈവത്തിൻ്റെ വചനപ്രകാരം രൂപാന്തരം പ്രാപിച്ച ദൈവജനം എഴുന്നേൽക്കുമ്പോൾ സ്വർഗം തുറക്കും, ദൂതൻ ഇറങ്ങും. സ്വർഗം തുറക്കും, ദൂതൻ ഇറങ്ങും.
ദൂതന്മാർ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ദൂതന്മാർ ഇറങ്ങട്ടെ. ദൂതന്മാർ ഇറങ്ങട്ടെ. ദേശങ്ങളിൽ ദൂതന്മാർ ഇറങ്ങട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ബെഥസ്ദാ കുളത്തെക്കുറിച്ച് ചിന്തിച്ചു. ബെഥസ്ദാ കുളം എങ്ങനെയുള്ള കുളമാണ്? ദൂതൻ ഇറങ്ങുന്ന കുളമാണ്. ബെഥസ്ദാ കുളത്തിൽ, യെരുശലേമിലെ ആട്ടുവാതിൽക്കലുള്ള ബെഥസ്ദാ കുളത്തിൽ ദൂതൻ അടിക്കടി ഇറങ്ങും. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൂതൻ ഇറങ്ങി കുളത്തിലെ വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ഉടനെ ഏത് വ്യാധി പിടിച്ചവനായാലും ആ കുളത്തിലിറങ്ങിയാൽ അവൻ്റെ വ്യാധി സൗഖ്യമാകും. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ആ കുളത്തിലുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ദേശത്തിലെ കുളങ്ങൾ, പാറശാലയിലെ കുളങ്ങൾ, നെയ്യാറ്റിൻകരയിലെ കുളങ്ങൾ, തിരുവനന്തപുരത്തിലെ കുളങ്ങൾ ദൂതൻ ഇറങ്ങുന്ന കുളമാണോ ഭൂതമിറങ്ങുന്ന കുളമാണോ? ശരി. ഭൂതമിറങ്ങുന്ന കുളത്തിൽ അവിടെ ഭയാനകമായ കാര്യങ്ങൾ ഉണ്ടാകും. അവിടെ ദുർമരണങ്ങൾ ഉണ്ടാകും. ഇന്ന സമയത്ത് ഇവിടെ കൂടെ പോയാൽ അടി കിട്ടുമെന്നും, അത് അടി വാങ്ങിയവരും അത് കണ്ടവരും സ്വപ്നങ്ങളിലും ദർശനങ്ങളിലും അതിൻ്റെ അനുഭവങ്ങൾ അനുഭവിച്ചവരും ഉണ്ടാകും. എന്നാൽ ദേശങ്ങളിൽ ദൈവത്തിൻ്റെ ജനം എഴുന്നേൽക്കുമ്പോൾ, വീണ്ടും പറയട്ടെ, വചനത്താൽ രൂപാന്തരം പ്രാപിക്കുന്ന ദൈവജനം എഴുന്നേൽക്കുമ്പോൾ, വചനത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച ദൈവജനം എഴുന്നേൽക്കുമ്പോൾ, സ്വഭാവത്തിൽ, ചിന്തയിൽ, സംസാരത്തിൽ, ജീവിതത്തിൽ വചനത്താൽ ചിട്ടപ്പെടുത്തിയ, വചനത്താൽ ക്രമീകരിക്കപ്പെട്ട ദൈവജനം എഴുന്നേൽക്കുമ്പോൾ, നിങ്ങളുടെ ദേശത്തിലെ നീർച്ചാലുകളിൽ, നിങ്ങളുടെ ദേശത്തിലെ കുളങ്ങളിൽ, നിങ്ങളുടെ ദേശത്തിലെ പ്രകൃതിയുടെ സമ്പത്തുകളിൽ അവിടെ പൈശാചിക താണ്ഡവത്തെ സ്വർഗം അനുവദിക്കുകയില്ല. ദുർഭൂതങ്ങൾ, ദുർശക്തികൾ അവിടെ ഊടാടി സഞ്ചരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങളുടെ ദേശം ദൈവദൂതന്മാർ ഊടാടി സഞ്ചരിക്കുന്ന ഒരു ദേശമായി മാറും. രാത്രിയിൽ ഒരു ഭയമുണ്ടാകുന്ന ഒരു ദേശമായിട്ടല്ല, രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ സഞ്ചരിക്കുന്ന ദേശമായിട്ട് അത് മാറും. ദൈവത്തിൻ്റെ ദൂതന്മാർ സഞ്ചരിക്കുന്ന ദേശമായി നിങ്ങളുടെ ദേശം മാറും. ദേശങ്ങളിൽ ഊടാടി സഞ്ചരിക്കുന്ന ഭൂതശക്തികൾ, പൈശാചിക ശക്തികൾ, ആമേൻ, മരണഭീതി ഉണ്ടാക്കുന്ന ദുർശക്തികൾ, വെല്ലുവിളിക്കുന്ന ദുർശക്തികൾ, തകർക്കുന്ന, കൊല്ലുന്ന ദുർശക്തികൾ, ദൈവത്തിൻ്റെ ജനം എഴുന്നേൽക്കുമ്പോൾ ആ ദുർശക്തികൾ തകർന്നു പോകും. ആ ദുർശക്തികൾ തകർന്നു പോകും. റോഡുകളിൽ ചില സ്ഥലങ്ങളിൽ ആക്സിഡൻറ്റുകൾ വളരെയധികം നടക്കുന്ന ചില സ്ഥലങ്ങൾ ഉണ്ട്. ആ സ്ഥലങ്ങളിൽ പലരും അനുഭവിച്ച പല അനുഭവങ്ങൾ പറയാറുണ്ട്. അവിടെ ആക്സിഡൻറ്റ് നടക്കുന്നതിന് മുന്നേ ചില കാഴ്ചകൾ അതിലെ ഡ്രൈവർമാർ കാണും. ഒന്നുകിൽ ഒരു കുട്ടി അവിടെ കൂടെ ക്രോസ് ചെയ്യുന്നത് പോലെ കാണും. അത് കണ്ടാലുടനെ ഡ്രൈവർ സഡൻ ബ്രേക്ക് ചവിട്ടും. സഡൻ ബ്രേക്ക് ചവിട്ടിയാൽ ഉടനെ വണ്ടി സ്കിഡ് ചെയ്ത് എവിടെയെങ്കിലും മരണകരമായ രീതിയിൽ, വളരെ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു തകർച്ചയുണ്ടാകുന്നു. ഒന്നുകിൽ ഒരു സ്ത്രീ ക്രോസ് ചെയ്യുന്നത് പോലെ കാണും, അല്ലെങ്കിൽ ഒരു അമ്മച്ചി ക്രോസ് ചെയ്യുന്നത് പോലെ കാണും, അല്ലെങ്കിൽ ഒരു പട്ടി കുറുകെ ചാടുന്നത് പോലെ കാണും, ഇല്ലെങ്കിൽ ഒരു പൂച്ച കുറുകെ ചാടുന്നത് പോലെ കാണും, ഇല്ലെങ്കിൽ ഒരു മനുഷ്യരൂപം കടന്നു പോകുന്നത് പോലെ കാണും. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം പേർ ചില സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭൂതശക്തി മനുഷ്യൻ്റെ രക്തം കുടിക്കുവാൻ, മനുഷ്യയാഗം നടത്തുവാൻ തയ്യാറായ ആ ദേശത്തിൽ വാഴ്ച നടത്തുമ്പോൾ ദൈവജനം മനസ്സിലാക്കുക, അധികാരമുള്ള ദൈവസാന്നിധ്യം നിറഞ്ഞ ദൈവജനം ആ ദേശത്തിൽ വസിക്കുന്നുവെങ്കിൽ ആ ഭൂതശക്തിക്ക് ആ ദേശത്തിൽ തുടർന്ന് വാഴ്ച നടത്തുവാൻ, അറുക്കുവാൻ, കൊല്ലുവാൻ, മുടിക്കുവാൻ കഴിയുകയില്ല. അതിൻ്റെ അവകാശങ്ങളും വാഴ്ചകളും ദേശത്തെ വിട്ട്, ആ സ്ഥലങ്ങളെ വിട്ട് മാറിപ്പോകും. ഇരുട്ടു നിറഞ്ഞ, ഭയം നിറഞ്ഞ, മനുഷ്യനെ നശിപ്പിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ ദേശങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുവൻ, ഞങ്ങൾ ആ ദേശത്തിൽ വന്ന് റൗണ്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. ആ അന്ധകാര ശക്തികളെ ആ ദേശത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റാം. എന്ത് ചെയ്ത് മാറ്റാം? അറസ്റ്റ് ചെയ്ത് മാറ്റാം. ആത്മശക്തിയാൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ആത്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ദുരാത്മശക്തികളെ അറസ്റ്റ് ചെയ്ത്
അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ കർത്താവ് ശക്തിയും അധികാരത്തെയും തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവജനം, ആരാധിക്കുന്ന ദൈവജനം പൈശാചിക ശക്തികളുടെ മേൽ അധികാരവും ശക്തിയുമുള്ളവരാണ്. ഹല്ലേലൂയ. ദുർമരണങ്ങൾ, ക്രിമിനൽ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ദേശങ്ങളിൽ കണ്ടിന്യൂസായി ഒരു പ്രത്യേക പീരീഡ് ഇടപെട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ തിരിച്ചറിയുക, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ശക്തികളുണ്ട്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ദുരാത്മാക്കളുണ്ട്. ദൈവത്തിൻ്റെ കൃപ ദൈവജനം നിമിത്തം, ആ ദേശത്തിലെ ദൈവജനം നിമിത്തം ആ ദേശത്തിൽ വ്യാപരിക്കും. ആ ദേശത്തിലൊരു വലിയ മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. സാത്താൻ വളരെയധികം ആധിപത്യം ചെലുത്തിയിരുന്ന പല ദേശങ്ങളിലും ഇന്ന് സാത്താൻ്റെ ആധിപത്യം ഇല്ല. എന്തുകൊണ്ടെന്നറിയാമോ? ആരാധിക്കുന്ന ദൈവമക്കൾ നിമിത്തം, വചനമനുസരിക്കുന്ന ദൈവമക്കൾ നിമിത്തം, രൂപാന്തരം പ്രാപിക്കുന്ന ദൈവമക്കൾ നിമിത്തം, കൂട്ടായ്മ ആചരിക്കുന്ന ദൈവമക്കൾ നിമിത്തം, മാനസാന്തരപ്പെട്ട ദൈവമക്കൾ നിമിത്തം പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയാണ്. എന്നാൽ സാത്താൻ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ദൈവജനത്തെ കൃപയിൽ നിന്നും തള്ളിയിടുവാൻ, ദൈവസാന്നിധ്യത്തിൽ നിന്നും തള്ളിയിടുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദൈവജനം തിരിച്ചറിയുക, ഞാൻ ആത്മാവിൽ ബലപ്പെട്ടാൽ, ഞാൻ വചനത്താൽ രൂപാന്തരം പ്രാപിച്ചാൽ എൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുവേ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വന്നു. സാത്താൻ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു, നീ ഇവനെ ഞങ്ങളുടെ കയ്യിൽ തരിക, ഞാനൊന്ന് പരീക്ഷിക്കാം, അവൻ നിന്നെ ദുഷിച്ചു പറയും. ഇതാണ് സാത്താൻ്റെ വെല്ലുവിളി. സാത്താന് നിങ്ങളെക്കുറിച്ചുള്ള വെല്ലുവിളി അതുതന്നെയാണ്. നിങ്ങൾ കൃപയിൽ നിന്ന് വീഴുമെന്നും, വിശ്വാസത്തിൽ നിന്ന് വീഴുമെന്നും, ദൈവസ്നേഹത്തിൽ നിന്ന് വീഴുമെന്നും, ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോകുമെന്നും, രക്ഷയുടെ അനുഭവത്തിൽ നിന്നും വീണു പോകുമെന്നുള്ളതാണ് സാത്താന് നിങ്ങളെക്കുറിച്ചുള്ള വെല്ലുവിളി. സാത്താൻ നിങ്ങളെക്കുറിച്ച് അങ്ങനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ ആരടുത്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ എന്ത് പറയുന്നു? വീഴോ വീഴില്ലേ? വീഴില്ല. ഷുവറാണോ? ഒരിക്കൽ പത്രോസും ഇങ്ങനെ പറഞ്ഞു അല്ലേ? പത്രോസ് എന്ത് പറഞ്ഞു? ഞാൻ വീഴില്ല. കർത്താവ് പറഞ്ഞു, സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് ഞാൻ സമ്മതിച്ചില്ല. പലരെയും കർത്താവ് സാത്താൻ്റെ കൈകളിൽ പരീക്ഷകൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുന്നതിന് കാരണം കർത്താവിനറിയാം, ഈ പരീക്ഷ സഹിക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ ഇല്ല, ഈ പരീക്ഷ ജയിക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ ഇല്ല. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് കർത്താവ് ഒരു പ്രാർത്ഥനയും കൂടെ പഠിപ്പിച്ചു. കർത്താവേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ വണ്ണം സകല ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ക്രൂശ് എടുത്ത് തലയിൽ വെക്കേണ്ട. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എങ്കിലും പരീക്ഷ ജയിക്കുവാൻ കർത്താവ് കൃപയെ തരും. കൃപയേക്കാൾ അധികം നമുക്കുള്ള സറണ്ടറിങ്, നമുക്കുള്ള ഉറപ്പ്, നമുക്കുള്ള തീരുമാനം, നമുക്കുള്ള നിലപാട്, അവിടെയാണ് ഒരു വ്യക്തത ഉണ്ടാകേണ്ടത്. ഇയ്യോബിനെ കുറിച്ച് കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. ഇവൻ്റെ വിശ്വാസം പോകുമെന്നോ, ഇവൻ്റെ ദൈവസ്നേഹം കുറയുമെന്നോ, അവൻ നശിച്ചു പോകുമെന്നോ ദൈവം പറഞ്ഞില്ല. കാരണം ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് നല്ല ഉറപ്പുണ്ട്. പത്രോസിനെ കുറിച്ച് കർത്താവിന് ഒരു ഉറപ്പുമില്ല. പത്രോസിനെ കുറിച്ച് കർത്താവിനറിയാം, സാത്താൻ പാറ്റിയാൽ ഇവൻ്റെ വിശ്വാസം പോകും. എന്നാൽ ഇയ്യോബിനെ കുറിച്ച് കർത്താവിനറിയാം, സാത്താൻ പാറ്റിയാലെന്നല്ല, സാത്താൻ ചതച്ചെടുത്താലും ശരി ഇവൻ്റെ വിശ്വാസം പോകില്ല, ഇവൻ്റെ ദൈവസ്നേഹം പോകില്ല, ഇവൻ്റെ ദൈവഭയം കുറയില്ല, ഇവൻ്റെ ദൈവത്തോട് ഒരു അകൽച്ചയും വരില്ല. ഇവൻ കർത്താവിനോട് പറ്റിയിരിക്കുമെന്ന് ദൈവത്തിനറിയാം. ഇയ്യോബ് തൻ്റെ ജീവിതം കൊണ്ടത് തെളിയിച്ചു. ഹല്ലേലൂയ. കൃഷി നാശം അധികം സംഭവിക്കുന്നു. ആടുമാടുകൾ, ഒട്ടകക്കൂട്ടങ്ങൾ എല്ലാം നശിച്ചു പോകുന്നു. ദാസീദാസന്മാരെല്ലാം ഇല്ലാതെ പോകുന്നു. മക്കൾ മരിച്ചു പോകുന്നു. സ്വന്തം ഭാര്യ പോലും വിശ്വാസത്തിൽ നിന്ന് വീണുപോയി. സ്വന്തം ഭാര്യ മരിച്ചുപോയി എന്ന്, ഭൗതികമായി മരിച്ചുപോയി എന്ന് പറയുന്നതിനേക്കാളും സ്വന്തം ഭാര്യ ജീവനോടിരുന്നെങ്കിൽ പോലും സ്വന്തം ഭാര്യ ദൈവകൃപയിൽ നിന്നും മരിച്ചുപോയി, ദൈവസാന്നിധ്യത്തിൽ നിന്നും മരിച്ചുപോയി. ആ മരിച്ച ഭാര്യ വന്ന് പറയുകയാണ്, ഞാൻ പറയുന്നു ശരീരത്തിൽ മരിച്ച ഭാര്യയല്ല, വിശ്വാസത്തിൽ മരിച്ച ഭാര്യ, ദൈവസ്നേഹത്തിൽ മരിച്ച ഭാര്യ, ആത്മാവിൽ മരിച്ച ഭാര്യ വന്ന് ഇയ്യോബിനോട് പറയുകയാണ്, ഇനിയെങ്കിലും ഈ ദൈവത്തെ ദുഷിച്ച് പറഞ്ഞ് മരിച്ചൂടെ?
എന്ന് പറയുകയാണ്. നിങ്ങൾ ഭാര്യമാരോട് ഞാൻ ചോദിക്കട്ടെ, കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, നിരാശ വരുമ്പോൾ, ദുരിതങ്ങളിലൂടെ ജീവിതം പോകുമ്പോൾ ഈ രീതിയിൽ നിരാശപ്പെട്ട് തളർന്നിരിക്കുന്ന മാനസികാവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത്? അതല്ല, എന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ കർത്താവിനോട് മാറുകയില്ല എന്നുള്ള ഒരു രൂപാന്തരം മനസ്സിൽ വന്നിട്ടുണ്ടോ? പാട്ടൊക്കെ പാടാറുണ്ട് അല്ലേ? എത്തனை இன்னல்കൾ എൻ വാഴ്വിൽ വന്നാലും സാക്ഷിയായി വാഴ്വേ നിശ്ചയം നിശ്ചയമേ. രക്തമേ സിന്ദി സാക്ഷിയായി വാഴ്വേ നിശ്ചയം നിശ്ചയം. മലയാളത്തിലൂടെ പഠിക്കേ. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അങ്ങേ പിരിയുകില്ല. സാക്ഷിയായി വാഴും നിശ്ചയം നിശ്ചയമേ. രക്തമേ സിന്ദി സാക്ഷിയായി വാഴും നിശ്ചയം നിശ്ചയമേ. ഈ പാടിയത് ആരുടെ തീരുമാനമാണ്? ആരുടെ തീരുമാനമാണ്? നിങ്ങളുടെ തീരുമാനമാണ് അല്ലേ? എന്താണ്? എന്തെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും കർത്താവെ അങ്ങേ ഞാൻ പിരിയുകയില്ല. രക്തം ചിന്തിയാലും ഞാൻ സാക്ഷിയായി ജീവിക്കും. ഇതാണ് പാടിയത്. അങ്ങനെയുള്ള ദൈവമക്കളുണ്ടെങ്കിൽ വളരെ സന്തോഷം. പക്ഷെ പലരും പാട്ടുകൾ പാടുന്ന രീതിയിലല്ല അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം. രക്തം ചിന്താൻ റെഡിയായി നിൽക്കുന്നവർക്ക് ക്ഷമിക്കാൻ വയ്യ. രക്തം ചിന്താൻ റെഡിയായി നിൽക്കുന്നവർക്ക് കോപം കൊണ്ട് വിറയ്ക്കും ചില സിറ്റുവേഷനിൽ. രക്തം ചിന്താൻ റെഡിയായി നിൽക്കുന്നു. സൂര്യൻ്റെ ചൂട് അല്പം കൂടിയാൽ വാടിപ്പോകും, കുഴഞ്ഞു പോകും, തളർന്നു പോകും. മുറുമുറുപ്പും പിറുപിറുപ്പും കൂടും. രക്തം ചിന്താൻ റെഡിയായവർക്ക് വെള്ളം കിട്ടാതെ വന്നാൽ ഭയങ്കര മുറുമുറുപ്പ്. ഇസ്രായേൽ മോശയ്ക്കും ദൈവത്തിനും എതിരെ മുറുമുറുക്കുന്നു. എപ്പോ? വെള്ളം കിട്ടാതെ വന്നപ്പോൾ. രക്തം ചിന്താൻ റെഡിയായവർ ഇറച്ചി കിട്ടാതെ വന്നപ്പോൾ പറയുകയാണ്, ഈ മോശയുടെ പിന്നാലെ വന്നിട്ട് ഒരു കാര്യവുമില്ല. മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കിട്ടുമായിരുന്നു, ഉള്ളി, സവാള എല്ലാം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. എന്നാൽ ഈ മരുഭൂമി ഞങ്ങൾക്ക് മന്നയല്ലാതെ ഒന്നുമില്ല. രക്തം ചിന്താൻ റെഡിയാണ്, ക്ഷമിക്കാൻ റെഡിയല്ല. രക്തം ചിന്താൻ റെഡിയാണ്, സൗമ്യത ധരിക്കുവാൻ റെഡിയല്ല. രക്തം ചിന്താൻ റെഡിയാണ്, സ്നേഹിക്കാൻ റെഡിയല്ല. രക്തം ചിന്താൻ റെഡിയാണ്, താഴ്മപ്പെടാൻ റെഡിയല്ല. രക്തം ചിന്താൻ റെഡിയാണ്, വിട്ടുകൊടുക്കാൻ റെഡിയല്ല. സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവമക്കളിൽ ഉണ്ടാകണം. വചനപ്രകാരം വലിയ മാറ്റം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ ദൈവമഹത്വം ദൈവമക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടും. തേജസ് വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറ്റിയിരിക്കും. അങ്ങനെ തന്നെ ഒരു ഉറപ്പ് തീരുമാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇയ്യോബിനെ നോക്കിക്കേ. പരീക്ഷയിൽ ഇയ്യോബ് ജയിച്ചു. എല്ലാം തകർന്നു പോയപ്പോഴും, ശരീരം പോലും അഴുകിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും ഇയ്യോബ് കർത്താവിനെ കുറ്റം പറയുന്നില്ല. ചിലരെങ്കിലും വിചാരിക്കും, ഞാൻ നടക്കുന്ന വഴി ശരിയല്ല, ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ടും സ്തുതിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ നാശം എന്ന് ചിന്തിക്കും. ദൈവത്തെ തന്നെയും ദുഷിച്ചു പറഞ്ഞ് പിന്മാറിപ്പോകും, ഇയ്യോബിൻ്റെ ഭാര്യയെ പോലെ. എന്നാൽ ഇയ്യോബ് എല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ശരീരം പോലും അഴുകിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലും പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തോത്രം. നഗ്നനായി ഞാൻ ഭൂമിയിൽ വന്നു, നഗ്നനായി തന്നെ പോകും. ഞാൻ കർത്താവിനെതിരെ ഒന്നും സംസാരിക്കുകയില്ല, കർത്താവിനെതിരെ ഒന്നും പറയുകയില്ല. ഞാൻ ഇപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ ഇപ്പോഴും കർത്താവിനെ ആരാധിക്കുന്നു, ഞാൻ ഇപ്പോഴും കർത്താവിനെ ബഹുമാനിക്കുന്നു. അതാണ് ഇയ്യോബിൻ്റെ ഉറപ്പ്. ഹല്ലേലൂയ. എന്നാൽ പത്രോസിന് ആ ഉറപ്പില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇയ്യോബിനെ പോലെ ഉറപ്പുള്ള 12 ശിഷ്യന്മാരെ കർത്താവിന് കിട്ടിയിരുന്നെങ്കിൽ
യൂദയെ പോലെ തള്ളിപ്പറയുന്നതല്ല, പത്രോസിനെ പോലെ തള്ളിപ്പറയുന്നതല്ല, എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇനി ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്നതല്ല. ഇയ്യോബിനെ പോലെ ഉറപ്പുള്ള 12 ശിഷ്യന്മാരെ കർത്താവിന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നാം വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ ഈ വിധത്തിലായിരിക്കില്ലായിരുന്നു. ഇതിൻ്റെ എത്രയോ മടങ്ങ് മഹത്വമുള്ളതായിരിക്കുമായിരുന്നു. നിങ്ങളിവിടെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ഉള്ളവരെ കൊണ്ട് കർത്താവ് അഡ്ജസ്റ്റ് ചെയ്തു. കൂടെ നടന്ന യൂദ പോലും കർത്താവിനെ തള്ളി പറഞ്ഞു, തള്ളി ആട്ടിക്കൊടുത്തു. എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി. യൂദയെ സംബന്ധിച്ചോളം യേശുവിനല്ല പ്രാധാന്യം, പണത്തിനാണ് പ്രാധാന്യം എന്ന രീതിയിലായി യൂദയുടെ സ്വഭാവം. അതിൻ്റെ അർത്ഥം യൂദ പണിയപ്പെട്ടിട്ടില്ല. യൂദയ്ക്ക് മാനസാന്തരം നഷ്ടപ്പെട്ടു പോയി. യൂദയ്ക്കുണ്ടായിരുന്ന ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയി. യൂദയ്ക്കുണ്ടായിരുന്ന ആത്മീയത നഷ്ടപ്പെട്ടു പോയി. യൂദയിൽ ലൗകികത ബാധിച്ചു. യൂദ പിശാചിൻ്റെ കെണിയിൽ വീണു, സമ്പത്തിൽ മയങ്ങിപ്പോയി. അതുകൊണ്ട് യൂദ ദൈവകൃപയിൽ നിന്നും വീണുപോയി. മാനസാന്തരമുണ്ടെങ്കിൽ, മാനസാന്തരത്തിൽ നിൽക്കാൻ കഴിയാമെങ്കിൽ, വചനത്താൽ സ്വഭാവത്തെ വിശുദ്ധീകരിക്കാമെങ്കിൽ നമുക്കെതിരെ വരുന്ന പൈശാചിക ശക്തികളെ നമുക്ക് ജയിക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ, ദൈവസ്നേഹത്തെ തകർക്കുവാൻ, കൃപയിൽ നിന്ന് നമ്മെ തള്ളിയിടുവാൻ പൈശാചിക ശക്തികൾ പല കെണികൾ ഒരുക്കി വരുമ്പോൾ കർത്താവിനോട് പറ്റിയിരിക്കുന്ന ദൈവജനം, വചനത്തിൽ നിൽക്കുന്ന ദൈവജനം ജയിക്കും. മനസ്സിലൊരു അശുദ്ധിയും വരാതെ വണ്ണം ഹൃദയത്തെ കാത്തു സൂക്ഷിക്കാം. വാക്കുകളിൽ, സംസാരങ്ങളിൽ ഒരു അശുദ്ധിയും വരാതെ വണ്ണം വാക്കുകളെ സൂക്ഷിക്കാം. നാക്കിനെ നിയന്ത്രിക്കുന്നവർ, നാക്കിനെ നിയന്ത്രിക്കുവാൻ, നാക്കിൽ വിശുദ്ധിയിൽ സംസാരിക്കുവാൻ, സ്നേഹത്തിൽ സംസാരിക്കുവാൻ, താഴ്മയിൽ സംസാരിക്കുവാൻ, ഉന്നത ഭാവമില്ലാതെ അഹങ്കാരമില്ലാതെ സംസാരിക്കുവാൻ, ജ്ഞാനത്തിൽ സംസാരിക്കുവാൻ നാക്കിനെ ട്രെയിൻ ചെയ്തവർ, അവർ അനേക പാപങ്ങളെ ജയിക്കും. പറയുന്ന ഓരോ വാക്കിനും ദൈവം മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പറയുന്ന വാക്കുകൾ, അതിൽ തെറ്റുകൾ, കുറ്റങ്ങൾ വന്നുപോയെങ്കിൽ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാൻ അവസരമുണ്ട്. കർത്താവേ, ഞാൻ വമ്പ് പറഞ്ഞു, ഞാൻ അഹങ്കാരത്തോടെ സംസാരിച്ചു, ഞാൻ ഉന്നതഭാവത്തോടെ സംസാരിച്ചു, ഞാൻ അരുതാത്തത് സംസാരിച്ചു, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപത്തിൻ്റെ കുറ്റം എനിക്ക് ക്ഷമിച്ചു തരണമേ, എന്നെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ, ഞാൻ ഇനി അങ്ങനെ സംസാരിക്കുകയില്ല എന്ന് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ അവസരമുണ്ട്. നിരപ്പ് പ്രാപിച്ചില്ല എങ്കിൽ സാത്താൻ്റെ ആയുധങ്ങൾ നിങ്ങളെ ജയിക്കും. നിരപ്പ് പ്രാപിച്ചാൽ ആ സാത്താൻ്റെ ആയുധങ്ങൾ നിങ്ങളെ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ ഒരു കവറിങ് നിങ്ങൾക്കുണ്ടാകും. ഹല്ലേലൂയ. ദൈവവചനത്തെ ലംഘിച്ചുകൊണ്ട് എവിടെയാണോ ജീവിതത്തിൽ പാളിച്ച വന്നത് അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടാൽ, അവിടെ ഒരു വിശുദ്ധീകരണം പ്രാപിച്ചാൽ, കഴുകൽ പ്രാപിച്ചാൽ ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമക്കൾ, സ്തുതിക്കുന്ന ദൈവമക്കൾ, രക്ഷയുടെ അനുഭവത്തിൽ വന്ന ദൈവമക്കൾ, നിങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. വിശുദ്ധിയെ കാത്തു സൂക്ഷിപ്പാനുള്ള പ്രത്യേകമായ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായം ധാരാളമായി ലഭിക്കും. ദൈവദൂതന്മാരുടെ സഹായം ധാരാളമായി ലഭിക്കും. ദേശങ്ങളിൽ ദൈവദൂതന്മാർ ഇറങ്ങേണ്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ ദേശങ്ങളിൽ ദൈവദൂതന്മാർ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദൈവജനം വന്നിരിക്കുകയാണ്. സാത്താൻ്റെ ശക്തികൾ വളരെ ശക്തിയോടുകൂടെ ദേശത്തെ നശിപ്പിക്കുവാൻ, മനുഷ്യനെ നശിപ്പിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം ആത്മാവിൽ ബലപ്പെട്ട് എഴുന്നേറ്റാൽ, വചനത്തിൻ്റെ വെളിച്ചത്താൽ രൂപാന്തരം പ്രാപിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവദൂതന്മാരുടെ സഹായവും ദൈവസഭയ്ക്കായി, ദൈവ മക്കൾക്ക് വേണ്ടി അധികം സ്വർഗം പകരുകയാണ്, അധികമായി കർത്താവ് പകരുകയാണ്. ദൈവത്തിന്റെ ജനം ആത്മാവിൽ ബലപ്പെട്ട് ജയമെടുക്കുവാൻ കർത്താവ് അവരെ ശക്തീകരിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നും സർവായുധ വർഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും, സത്യം യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതിൻ്റെ അർത്ഥം യേശുവിൽ ചാരി നിൽക്കണം. ഹല്ലേലൂയ. യേശുവോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. നീതി എന്ന കവചം ധരിച്ചും, നീതി
ദൈവവചനം അനുസരിക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം നീതിയാണ്. യേശു സ്നാനമെടുക്കുവാൻ വന്നപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം തന്നെ. സ്നാനം സ്വീകരിക്കാത്തവർ സ്നാനം സ്വീകരിക്കണം. വചനം ഏതെല്ലാം ഏരിയകളിൽ അനുസരിക്കുവാനുണ്ടോ അതെല്ലാം അനുസരിക്കുവാൻ മനസ്സ് വെക്കണം, അനുസരിക്കണം. അപ്പോൾ ജീവിതത്തിൽ നീതി ഉണ്ടാകും. അതുതന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. നീതി ഒരു കവചമാണ്. നമ്മെ പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ഒരു കവചമാണ് ആ നീതി. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും യേശുവിനെ കുറിച്ച് പറയുവാൻ, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ, യേശുവിൻ്റെ മഹത്വത്തെ ഉയർത്തുവാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലിന് ആത്മാവിൽ നിങ്ങളൊരു ചെരുപ്പിട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെരുപ്പില്ല. കർത്താവിനെ കുറിച്ച് പറയുവാൻ നിങ്ങളുടെ നാവ് ചലിപ്പിക്കണം. യേശുവിൻ്റെ മഹത്വത്തെ ഉയർത്തുവാൻ നിങ്ങളുടെ നാവ് ചലിപ്പിക്കണം. ദൈവമഹത്വത്തെ കണ്ടുവെങ്കിൽ, അറിഞ്ഞുവെങ്കിൽ അതിനെ ഉയർത്തുവാൻ, അനേകരെ ആ നന്മയിലേക്ക്, വിടുതലിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളുടെ നാവ് ചലിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ചെരുപ്പ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പേൻ. വിശ്വാസം, വചനം കേൾക്കുമ്പോൾ അതിൽ വിശ്വസിക്കണം. വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കാണുമ്പോൾ, കേൾക്കുമ്പോൾ അതിനെ വിശ്വസിച്ചേറ്റെടുക്കണം. കർത്താവിലുള്ള വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പരിചയമാണ്. ആത്മീകമായി പൈശാചിക മണ്ഡലത്തിൽ ദൈവമക്കൾക്കെതിരെ വരുന്ന പൈശാചിക പോരാട്ടങ്ങളെ ജയിക്കുവാനുള്ളൊരു പരിചയമാണ് ഹൃദയത്തിലുള്ള വിശ്വാസം. അവിശ്വാസമുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചാൽ ഒന്നും ലഭിക്കുകയില്ല. അവിശ്വാസമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ ഒന്നും ലഭിക്കുകയില്ല. അവിശ്വാസമുള്ള ഹൃദയത്തോടെ കൂട്ടായ്മയിലിരുന്നാൽ ഒന്നും ലഭിക്കുകയില്ല. ആദ്യം ഹൃദയത്തിൽ വിശ്വാസം സ്ട്രോങ് ആകട്ടെ. കർത്താവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങയുടെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. ആ വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പോടുകൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. രക്ഷ എന്ന ശിരസ്ത്രവും, രക്ഷ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതൊരു ശിരസ്ത്രമായി തന്നെ, ഹെൽമറ്റ് പോലെ ദൈവമക്കളിൽ വേണം. സ്നാനം സ്വീകരിക്കാത്തവർ നിങ്ങളുടെ രക്ഷയ്ക്കായി ഒരു ശിരസ്ത്രം നിങ്ങൾ വെച്ചിട്ടില്ല, ഹെൽമറ്റ് വെച്ചിട്ടില്ല. ഇപ്പോഴും പൈശാചികമായ പല അസ്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തറയ്ക്കുവാൻ തക്കവണ്ണം, പ്രൊട്ടക്ഷൻ ഇല്ലാതെ വണ്ണം നിങ്ങൾ ഇരിക്കുകയാണ്. ആ ശിരസ്ത്രം ധരിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇതുവരെയും കർത്താവിൽ വിശ്വസിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു എന്നൊരു സമർപ്പണത്തോടുകൂടെ ഒരു സ്നാനത്തിനായി നിങ്ങളെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു സ്നാനം നിങ്ങൾ എടുക്കണം. ആ സ്നാനം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ കർത്താവിൽ ജനിക്കുകയാണ്, ഞാൻ ആത്മാവിൽ ജനിക്കുകയാണ്, ഞാൻ വീണ്ടും ജനനം പ്രാപിക്കുകയാണ്. അത് രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുന്ന അനുഭവമാണ്. ആ രക്ഷ എന്ന ശിരസ്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. സ്നാനമേറ്റവർ അതിനെക്കുറിച്ചൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ലോകത്തിന് മരിച്ചു, ഞാൻ യേശുവിൽ ജനിച്ചിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനുള്ളിലായി ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു, ഞാൻ ദൈവരാജ്യത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുകയാണ്, ഞാൻ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ്. ഞാൻ ലോകത്തിനുള്ളതല്ല, ഞാൻ ക്രിസ്തുവിനുള്ളതാണ്. ഞാൻ ലോകത്തിനുള്ളതല്ല, ഞാൻ പിശാചിനുള്ളതല്ല, ഞാൻ യേശുവിനുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത സ്നാനമെടുത്ത ഓരോ ദൈവമക്കളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ, ദൈവവചനം ദൈവമക്കൾക്ക് വേണം. എല്ലാ കൂട്ടായ്മയിലും ദൈവമക്കൾ ദൈവവചനം സംസാരിക്കുന്നു. എന്താണ് അത്? ആത്മാവിൻ്റെ വാളാണ്. പിശാചിൻ്റെ പലവിധമായ പദ്ധതികളെയും വെട്ടിക്കളയുവാൻ വചനം ധ്യാനിക്കുന്ന ദൈവമക്കൾക്ക് കഴിയും. വചനം അനുസരിക്കുന്ന ദൈവമക്കൾക്ക് കഴിയും. വചനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ആത്മാവിൽ പിടിച്ചിരിക്കുന്ന ഒരു വാളാണ്. ആ വചനം കൊണ്ട് പലതിനെയും ജയിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ബുദ്ധിയിലല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിലകളിൽ ദൈവമക്കൾ വളർന്നു വരണം. സ്തുതിച്ച് ആരാധിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു നല്ല ഹൃദയം ദൈവമക്കളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. പ്രത്യേകിച്ചും നിങ്ങളുടെ ആലയത്തിൽ നിങ്ങൾക്കായി ശുശ്രൂഷിക്കുന്ന ദൈവ മക്കളെ ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കണം.
അത് ദൈവമക്കൾക്കൊരു പ്രൊട്ടക്ഷനാണ്. നിങ്ങളുടെ പാസ്റ്ററിന് വേണ്ടി, നിങ്ങളെ നടത്തുന്ന ഇടയന് വേണ്ടി, നിങ്ങളെ നടത്തുന്ന അഭിഷിക്തന് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കർത്താവേ, അവർ വായി തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അവരുടെ വായിൽ നിന്നും പുറപ്പെടണമെന്നും അവരെ ആത്മാവിൽ ബലപ്പെടുത്തി ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്നും അവരാൽ നടത്തപ്പെടുന്ന ദൈവജനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ജനം മോശയാൽ നടത്തപ്പെടുമ്പോൾ ആ ഇസ്രായേൽ ജനം മോശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ജനം ഏലിയാവിനാൽ നടത്തപ്പെടുമ്പോൾ ഇസ്രായേൽ ജനം ഏലിയാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ജനം ഏത് അഭിഷിക്തരാൽ നടത്തപ്പെടുന്നുവോ ആ കാലഘട്ടത്തിലെ അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരു കൂട്ടം ജനം പൗലോസിനാൽ നയിക്കപ്പെടുമ്പോൾ പൗലോസിന് വേണ്ടി അവർ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പത്രോസിനാൽ നയിക്കപ്പെടുമ്പോൾ പത്രോസിന് വേണ്ടി അവർ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏത് പാസ്റ്ററിനാലാണോ, ഏത് പ്രവാചകനാലാണോ, ഏത് അഭിഷിക്തനാലാണോ, ഏത് അപ്പോസ്തലനാലാണോ, ഏത് ഇവാഞ്ചലിസ്റ്റിനാലാണോ നിങ്ങൾ ആത്മാവിൽ നടത്തപ്പെടുന്നത്, നിങ്ങൾ വചനത്താൽ നയിക്കപ്പെടുന്നത്, നിങ്ങൾക്ക് ദൈവിക ആലോചനകൾ ലഭിക്കുന്നത്, അവർക്കായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്തു പ്രാർത്ഥിക്കണം? വചനം അവരുടെ നാവിൽ നൽകപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ സകല നിയന്ത്രണം ഏറ്റെടുക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ ശക്തിയായി ഉപയോഗിക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തിൽ മൂർച്ചയേറിയ ആയുധങ്ങളായി അവർ നിലനിൽക്കുവാൻ. ശുശ്രൂഷ അനുഭവിക്കുന്ന ഓരോ ദൈവജനങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി മാറും, അതൊരു ജയമായി മാറും, അതൊരു അനുഗ്രഹമായി മാറും. കുറവുകൾ, കുറ്റങ്ങൾ ആ അഭിഷിക്തരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവരെ ദുഷിച്ച് പറഞ്ഞുകൊണ്ട് പിന്മാറി പോകുവാനല്ല, കർത്താവേ അവരെ വിശുദ്ധീകരിക്കണമേ, അവരെ രൂപാന്തരപ്പെടുത്തണമേ, അവരെ നയിക്കണമേ, അവരെ നടത്തണമേ, ദൈവരാജ്യത്തിൽ മൂർച്ചയേറിയ ആയുധമായി, പ്രയോജനമുള്ള പാത്രമായി അവരെ ഉപയോഗിക്കണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വലിയ ദൈവപ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കും. സഭ പണിയപ്പെടും, സഭ ശക്തിപ്പെടും, ദൈവത്തിന്റെ രാജ്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ നടത്തുന്ന ആത്മീക ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ജാഗരിച്ചാൽ അവർ മുഖാന്തരം ദൈവം പകരുന്ന വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ആത്മീക വലയങ്ങളും ആ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ അധികം ബലപ്പെടും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മോശ മുഖാന്തരം നടത്തപ്പെട്ടപ്പോൾ മോശ മുഖാന്തരം അനേക നന്മകൾ, മുറുമുറുപ്പും പിറുപിറുപ്പും അവരുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ മോശ മുഖാന്തരം അനേക നന്മകൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, മന്ന ഇറച്ചി, മരുഭൂമിയിൽ നീർറോവ, പാറയിൽ നിന്നും വെള്ളം, അനേക നന്മകൾ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ? ആ മോശയോടുകൂടെ അവർ ചേർന്ന് നിന്നതുകൊണ്ട്, ആ മോശയോടുകൂടെ അവർ സഹകരിച്ചു നിന്നതുകൊണ്ട് മോശ മുഖാന്തരം അനേക നന്മകൾ ഒരു ആത്മീക വലയത്തിനുള്ളിൽ നിന്ന് ലഭിക്കുന്നത് പോലെ മോശയോട് കൂടെ നിന്ന ജനത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ ഏതു കാലഘട്ടത്തിലായാലും ശരി, ഏതു ദൈവദാസന്മാരാൽ നയിക്കപ്പെടുന്നുവോ ആ ദൈവദാസന്മാരോട് ചേർന്ന് നിന്ന് അവർക്കായി പ്രാർത്ഥിച്ച്, അവരെ സപ്പോർട്ട് ചെയ്ത്, അവരെ ശുശ്രൂഷിച്ച്, അവരെ താങ്ങി കൂടെ നിൽക്കുമ്പോൾ ആ കൂടെ നിൽക്കുന്ന ദൈവജനത്തിന് ആ ദൈവദാസന്മാർ മുഖാന്തരമുള്ള ദൈവിക വിടുതല്, ദൈവിക ആശീർവാദങ്ങള്, ദൈവിക നന്മകള് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതും ആത്മീകമായി ജയിക്കുവാനുള്ള ഒരു ആയുധമാണ്. ഹല്ലേലൂയ. ദൈവമക്കൾ ഒറ്റയ്ക്ക് പോകുന്നത് അത്രയ്ക്ക് നല്ലതല്ല. കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ സാത്താന് ദൈവജനത്തെ തൊടാൻ കഴിയാത്തതുകൊണ്ട് കൂട്ടായ്മയിൽ നിന്നും ഭിന്നിപ്പിച്ചവരെ തനിയെ കൊണ്ടുപോകുവാൻ സാത്താൻ ശ്രമിക്കും. ഏതെങ്കിലും ചിന്തകൾ അവരുടെ ഉള്ളിലിട്ട് കൊടുത്ത് അവരെ കൂട്ടായ്മയിൽ നിന്നും ദൈവത്തിൻ്റെ അഭിഷിക്തരിൽ നിന്നും അകറ്റുവാൻ സാത്താൻ ശ്രമിക്കും. അങ്ങനെ അവരെ അകറ്റിയാൽ അത് മുഖാന്തരം പിശാചിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടായ്മയിൽ നിന്നും അകന്നു പോകാതെ വേണം, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷിക്തരിൽ നിന്നും അകന്നു പോകാതെ വേണം അവരോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആര് മുഖാന്തരമാണോ വഴിത്തിരിവുണ്ടായത്, നിങ്ങളുടെ ജീവിതത്തിൽ ആര് മുഖാന്തരമാണോ ദൈവിക ഇടപെടലുണ്ടായത്, നിങ്ങളുടെ ജീവിതത്തിൽ ആര് മുഖാന്തരമാണോ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായത്, അവരോട് ചേർന്ന് നിന്ന് അവരെ സ്നേഹിച്ച്, അവരെ ബഹുമാനിച്ച്, അവരെ ശുശ്രൂഷിച്ച്, ദൈവരാജ്യത്തിൽ ഒന്നു ചേർന്ന് അധ്വാനിച്ച് അവനൊരു ഐക്യതയോടെ നിൽക്കാമെങ്കിൽ അവർ മുഖാന്തരം വരുന്ന ദൈവിക നന്മകൾ, അനുഗ്രഹങ്ങൾ അനവധിയായി ദൈവമക്കളുടെ ജീവിതത്തിൽ ലഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, ആമേൻ, ഇവർക്ക്, ഈ എളിയവർക്ക് ചെയ്യുന്നിടത്തോളം എല്ലാം അവർ എനിക്കാകുന്നു ചെയ്യുന്നത്. ഈ ശിഷ്യന്മാർക്ക് ഒരു പാത്രം വെള്ളം കുടിപ്പാൻ കൊടുത്താൽ അത് കർത്താവിന് കൊടുക്കുന്നത് പോലെയാണ്.
ഭക്ഷിപ്പാൻ കൊടുത്താൽ അതവർ കർത്താവിന് കൊടുക്കുന്നത് പോലെയാണ്. അവരോട് ബഹുമാനം കാണിച്ചാൽ അത് കർത്താവിനോട് ബഹുമാനം കാണിക്കുന്നത് പോലെയാണ്. അവരെ സ്നേഹിച്ചാൽ അത് കർത്താവിനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് പോലെയാണ്. ഈ രീതിയിൽ ദൈവത്തിൻ്റെ അഭിഷിക്തരെ ബഹുമാനിപ്പാൻ, സ്നേഹിപ്പാൻ, മാനിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ദൈവജനത്തിന് ഒരു ചിന്തയുണ്ടാകണം. ഞാനായി ദൈവമായി എന്നുള്ള ആ ഒരു ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ചിന്താഗതിയിൽ ലൈഫ് ലോങ് ആയി ഉണ്ടാകുന്ന രീതി ഉണ്ടാകരുത്. ഒറ്റയ്ക്കുള്ള ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് എല്ലാ ദൈവമക്കൾക്കും വേണം. എന്നാൽ കൂട്ടായ്മയിൽ നിന്നും ഭിന്നിച്ചു പോയിട്ടല്ല ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുവാൻ. കൂട്ടായ്മയിൽ നിന്നുകൊണ്ട്, അഭിഷിക്തരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ദൈവത്തോടുള്ള ആ ഒരു അടുപ്പത്തെ കാത്തു സൂക്ഷിക്കണം. അത് ദൈവമക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 19-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വായിക്കാം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വേണം. അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. ദൈവമക്കളുടെ ഉത്തരവാദിത്വം എന്താണ്? പാസ്റ്റർ പ്രസംഗിക്കാൻ കയറുമ്പോൾ, പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ കർത്താവേ വചനം നീ നാവിൽ നൽകണമെന്നും, ഓക്കെ, അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണമെന്നും ആ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളിൽ എത്ര പേർ ഡെയിലി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്? ഡെയിലി ഞാൻ എൻ്റെ പാസ്റ്ററിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കൈ ഉയർത്തിക്കേ. കള്ളത്തരം പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കും. ശരി, ഓക്കെ. ഒരു 8-10 കരങ്ങൾ കാണുന്നതിൽ സന്തോഷമുണ്ട്. അതിൽ ഇത്രയും ആളുകൾ ഇരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയായി മാറുന്നത് നല്ലതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു ആത്മസാന്നിധ്യം വർദ്ധിക്കുവാനിടയായി തീരും. നന്മകൾ പ്രാപിച്ച് ഒരു മ്യൂച്വൽ ഡെവലപ്മെൻറ്റിലേക്ക് അത് കാരണമായി തീരും. ദൈവമക്കൾ അത് ഏറ്റെടുക്കുവേൻ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഒരു ആത്മീക യുദ്ധത്തിനായി ദൈവജനം ഒരുങ്ങേണ്ടതുണ്ട്. ദൈവജനം കൂട്ടായ്മയിൽ നിൽക്കേണ്ടതുപോലെ നിൽക്കുമ്പോൾ, ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കേണ്ടതുപോലെ നിൽക്കുമ്പോൾ, വചനം ജീവിതത്തിൽ ഏറ്റെടുത്ത് സ്വഭാവത്തിലും ചിന്താഗതികളിലും പെരുമാറ്റങ്ങളിലും പ്രയോഗിക്കുമ്പോൾ, ആമേൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ ആരാധനയിൽ മടുത്തു പോകാതെ വണ്ണം, തളർന്നു പോകാതെ വണ്ണം ബലപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ വലിയ ദൈവസാന്നിധ്യം ജീവിതത്തിൽ വർദ്ധിക്കും. മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൽ വലിയ വിശുദ്ധീകരണങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ദേശത്തിൽ വലിയ വിശുദ്ധീകരണങ്ങൾ സംഭവിക്കും. വലിയ രൂപാന്തരങ്ങൾ, വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സംഭവിക്കും. അതിനായി കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുങ്ങിയാൽ മതി, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മൾ ഒരുങ്ങിയാൽ മതി, സ്വർഗം നമുക്കായി തുറക്കും. നമ്മൾ വചനത്താൽ ഒരുങ്ങിയാൽ മതി, ദൈവം തൻ്റെ ദൂതനെ നമുക്കായി അയക്കും. നമ്മൾ കാത്തിരുന്നാൽ, ഒരുങ്ങിയാൽ, ആത്മാവിൽ ആരാധിച്ചാൽ, ആത്മാവിൽ ബലപ്പെട്ടാൽ കർത്താവ് നമുക്കായി വലിയ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ യുദ്ധം ചെയ്യേണ്ടതില്ല, കർത്താവ് യുദ്ധം ചെയ്യും. നമ്മൾ യുദ്ധം ചെയ്യേണ്ടതില്ല, നമുക്കായി ദൈവദൂതന്മാർ യുദ്ധം ചെയ്യും. ആത്മാവിൽ ഒരു പോരാട്ടം നമുക്കുണ്ട്. എന്നാൽ ഈ വചനപ്രകാരം നമ്മൾ ഒരുങ്ങിയാൽ ആ പോരാട്ടം അവൻ നല്ല രീതിയിൽ പോരാടുവാൻ കർത്താവ് നമുക്ക് കൃപയെ തരും.